പല ഡിഗ്രി അല്ല, ബിടെക് കഴിഞ്ഞവർക്ക് പോലും ജോലി കിട്ടുന്നില്ല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ചെറിയ പൈസക്ക്, അതായത് ചിലപ്പോൾ നമ്മൾ വീട്ടിലെ സിറ്റുവേഷൻ വളരെ വേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒന്ന് ജോലി കിട്ടാതിരുന്ന് കഴിയുമ്പോൾ വീട്ടുകാർ ചോദിക്കും, വീട്ടുകാർ മാത്രമാണോ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്? എനിക്കൊന്ന് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുക. നിങ്ങൾക്ക് ഡിഗ്രി വേണ്ട, നിങ്ങൾക്ക് +2 മതി. പക്ഷെ അവിടുത്തെ റിയാലിറ്റി എന്താന്ന് വെച്ചാൽ 6 മാസം കൊടുക്കുമല്ലോടാ. ശരിക്കും അവിടെ ഒരു ബാച്ചിൽ വരുന്നത് 100 പിള്ളേരായിരിക്കും. അതിനകത്തിൽ 10-15 പേർക്കായിരിക്കും ജോലി കിട്ടുക. ക്ലാസ് കഴിഞ്ഞ് ഒരു കുട്ടി ബയോളജി എടുക്കുന്നത് വീട്ടുകാർ പ്രഷർ ചെയ്തിട്ട് അവരെടുക്കുന്നത്. എന്ന് വെച്ചാൽ അവരോട് പറയാം, എടാ ബയോളജി എടുത്തു കഴിഞ്ഞാൽ നേഴ്സിംഗ്. ചില പേരൻസിനുണ്ട് ഈ ബയോളജി എടുത്ത ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത്. ക്ലാസ്സിലെ പറയും മാത്സ് പാടാം. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ പിള്ളേർ പറയാം. എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഒരു സ്കൂളുണ്ടല്ലോ, ഇപ്പൊ എന്റെ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെ 3-4 ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. ഈ ടീച്ചർമാർ മാത്തമാറ്റിക്സ് ശരിക്കും പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ചില സിറ്റുവേഷനിൽ. പക്ഷെ ഏതെങ്കിലും ഒരു കോളേജില് ഏതെങ്കിലും ടീച്ചർമാർ, ഇപ്പൊ മാത്സ് ടീച്ചറിന് ശരിക്കും പ്രോഗ്രാമാറ്റിക് സ്കിൽ ഇല്ലായിരിക്കും, പക്ഷെ ഒരു മാത്സ് ടീച്ചർ ക്ലാസ്സിൽ വരിക. വീട്ടുകാർ പോട്ടെ, വീട്ടുകാർക്ക് പിന്നെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നമ്മുടെ ചിലപ്പോൾ കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാവും. നാട്ടുകാര് നമ്മളെക്കാട്ടി നാട്ടുകാർക്ക് വിഷമം, ജോലി ഇല്ലല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ. ഹലോ, ഞാനാ പറഞ്ഞ ഇത് നിശാന്ത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും പോഡ്കാസ്റ്റ് കൊണ്ടുവന്നത്. ശരിക്കും ഈ പോഡ്കാസ്റ്റിനകത്ത് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസിനെ പറ്റിയും. പിന്നെ ഇനി മുമ്പോട്ട് പോകുന്നതോറും ഞങ്ങൾ ശരിക്കും ഇതിനകത്തിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരും. അത് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനായിരിക്കാം. അവരെയൊക്കെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതായിരിക്കും ഞങ്ങൾ കൂടുതൽ ഇവർ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇല്ലടാ? അതെ, ഇതില് ഞങ്ങൾ കള്ളത്തരമൊന്നുമല്ല, ഞങ്ങൾക്ക് തോന്നിയ എക്സ്പീരിയൻസ്, അതായത് എഡ്യൂക്കേഷനിലായാലും. ഞങ്ങളിപ്പോൾ ഓൾറെഡി കറന്റ്ലി വർക്കിംഗ് ആണ്. അപ്പം ഇതുവരെ ഉണ്ടായ ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 2 years ആയി. അല്ലടാ, നിനക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയി. അപ്പൊ ഞങ്ങൾക്ക് കറന്റ് സിറ്റുവേഷൻസ് ശരിക്കും അറിയാം അല്ല. ഇപ്പൊ ശരിക്കും +2 കഴിഞ്ഞിട്ടിരിക്കും അല്ലേ പിള്ളേരെല്ലാം. അപ്പൊ അതില് എഡ്യൂക്കേഷൻ എന്താണ് എടുക്കേണ്ടത് പല പിള്ളേർക്കും അറിയില്ല. ഇപ്പം പല കുട്ടികളും ബയോളജി എടുക്കാം, നമുക്ക് എല്ലാത്തിലോട്ടും തിരിയാന്നുള്ള രീതിയിലാണ്. ഞാൻ പോലും അങ്ങനെയാണ് എടുത്തത്. സോ അപ്പൊ പല കുട്ടികൾക്കും പല ഡ്രീംസ് ഉള്ളവർ മേ ബി അത് ഫോക്കസ് ചെയ്തു പോകും. അല്ലാത്തവർ ഇനി എന്താ ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ നോക്കടാ, ബയോളജി എടുത്തവരുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അവർ പോയി കമ്പ്യൂട്ടർ എടുക്കുന്നത്? അവർക്ക് ഒരു പാഷൻ. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കുട്ടി ബയോളജി എടുക്കുന്നത് വീട്ടുകാർ പ്രഷർ ചെയ്തിട്ട് അവരെടുക്കുന്നത്. എന്ന് വെച്ചാൽ അവരോട് പറയാം, എടാ ബയോളജി എടുത്തു കഴിഞ്ഞാൽ നേഴ്സിംഗ്. ചില പേരൻസിനുണ്ട് ഈ ബയോളജി എടുത്ത ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ എന്തിലോട്ടും നിങ്ങൾക്ക് പോവാന്നുള്ള രീതിയിലാണ്. എന്തിനാണ് എന്തിലോട്ടും പോകുന്നത്? 10ാം ക്ലാസ് കഴിയുമ്പോഴേ അവരൊരു ഡ്രീം വെക്കുക, ഇന്നത് പോയ ഇന്നത് നടക്കുമല്ല, അത് എന്ത് എടുത്തോ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് പോയി ബയോളജി എടുത്തിട്ട് ബയോളജി പഠിച്ചവന് പിന്നെ പിന്നെ സ്റ്റക്കായി പോയി. അവനെ പുഷ് ചെയ്യുന്നത് നേഴ്സിംഗ്, ഡോക്ടർ എന്ന് പറഞ്ഞ വീട്ടുകാർ ഭയങ്കര സാലറി. അതുപോലെ ഇന്നത്തെ കാലത്ത് പലരും നേഴ്സിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുണ്ട്. കാരണം നേഴ്സിംഗ് പഠിക്കുക ചിലർക്ക് അത് ഇഷ്ടം ഉണ്ടാവണം എന്നില്ല. ജസ്റ്റ് നല്ല കാശാണ്, പുറത്തു പോയ കാശാണ്. നമ്മുടെ ഇവിടെ നിന്നാലേ കുറച്ച് സാലറി കുറവുള്ളൂ, പക്ഷെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സാലറി ആണെന്ന് കരുതി ഇഷ്ടമല്ലാത്തവരെ പോലും എടുത്തിട്ട് അവരെ എടുക്കുക. എന്നിട്ട് പക്ഷെ അവരുടെ ഡ്രീം എന്തായിരിക്കും? ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് IT-ലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടുകാരങ്ങ് പുഷ് ചെയ്യുക, നിങ്ങൾ എടുക്ക്. അതുകൊണ്ട് എന്താ പൈസ നഷ്ടമാണ്, പലരും ഡ്രോപ്പ് ചെയ്യാണ്. ഞാൻ എൻ്റെ അനിയനെ കൊണ്ട് ഒരു എൻട്രൻസ് എക്സാമിന് പോയി. അപ്പോൾ ക്രിസ്ത്യോതി കോളേജിലാണ് പോയത്, ചങ്ങനാശ്ശേരി. സോ അവിടെ വെച്ച് ഞാനൊരു പേരന്റുമായിട്ട് സംസാരിച്ചപ്പോൾ പറയണ, കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ഇഷ്ടം, +2 കമ്പ്യൂട്ടർ സയൻസും ആയിരുന്നു എടുത്തത്. അപ്പം ഈ BTech CS എടുത്ത് അങ്ങനെ IT ഫീൽഡിലോട്ട് പോകാനാണ് കുട്ടിക്ക് ഇഷ്ടം. പക്ഷെ വീട്ടുകാർ ഫോഴ്സ്ഫുള്ളി ആ കുട്ടിയെ നിർബന്ധിച്ചു കൊണ്ടുപോയി നേഴ്സിംഗ് എടുത്തു. അവരോട് ആദ്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാലറി നല്ല സാലറിയാണ്, IT കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ സാലറി വരാം, പക്ഷെ അതില് കഷ്ടപ്പാടിൻ്റെത് അത് പറയുന്നില്ല. അപ്പോ ആ കുട്ടി പോയി ജോയിൻ ചെയ്തിട്ട് എനിക്കൊന്ന് 1 year അത് കംപ്ലീറ്റ് ചെയ്തില്ല, ഡ്രോപ്പ് ചെയ്തു. പിന്നെ അത് കീമിന്റെ എക്സാം എഴുതാൻ വന്നു എഞ്ചിനീയറിംഗിന്റെ. എനിക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെയൊക്കെ വിചാരം ഒരു IT-ലോട്ട് കയറിയാൽ 1 ലക്ഷം രൂപ കിട്ടും, 5 ലക്ഷം രൂപ കിട്ടും എന്നൊക്കെയാണ്. കാരണം അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ള എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇങ്ങനെ വിടുന്നത്. അവർ പറയുന്നത് 1 ലക്ഷം രൂപ കിട്ടുമെന്നാ, പക്ഷെ സ്കിൽഡ് ആവണമെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇപ്പൊ പിള്ളേര് പോയിട്ട് എന്തോ 6 മാസത്തെ ഇന്റേൺഷിപ്പ് പോയി എടുത്തു കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ജോലിയില്ല. കാരണം എന്താണ്? ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മളിപ്പം ഈ IT തന്നെ ആയാലും പഠിച്ചിറങ്ങി എത്രയോ പിള്ളേർ ജോലി ഇല്ലാതെ നിൽക്കുന്നു.
ശരിക്കും ഈ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ 6 മാസം കൊടുക്കുമല്ലോടാ. ശരിക്കും അവിടെ ഒരു ബാച്ചിൽ വരുന്ന 100 പിള്ളേരായിരിക്കും. അതിനകത്തിൽ 10-15 പേർക്കായിരിക്കും ജോലി കിട്ടുന്നത്. അവർ സാലറി ഒരിക്കലും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. ജോലി അപ്പൊ നമ്മളിത് കാണുമ്പോൾ ഇവിടെ പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടും. പക്ഷെ അവർക്ക് ശരിക്കും കൊടുക്കുക എത്രയാണെന്നറിയോ? 5000 രൂപയേ ഉള്ളൂ. IT-ല് 5000 വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചിലര് സ്റ്റാർട്ടിങ് 2000-1000 രൂപയ്ക്ക് വരെ കയറുന്ന ആൾക്കാരെ എനിക്കറിയാം. ചിലര് സാലറി ഇല്ലാതെ 3 മാസത്തെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് സാലറി, എന്നിട്ട് ഈ പ്രൊബേഷൻ പീരീഡ് 3 മാസം കഴിഞ്ഞ് എടുക്കാത്ത സിറ്റുവേഷനും ഉണ്ട്. ഇനി ഇത് 3 മന്ത്സ് അല്ല 6 മന്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഡിഗ്രി ഇപ്പോൾ BC എടുക്കാം, BCAയും പഠിച്ച് MCAയും പഠിച്ചിട്ട് 1000 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് കയറുന്നവരുണ്ട്. അത് ഇപ്പൊ BC എന്നല്ല, MCAയും പല ഡിഗ്രി കോഴ്സ്, ഡിഗ്രി അല്ല ബിടെക് കഴിഞ്ഞവർക്ക് പോലും ജോലി കിട്ടുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ചെറിയ പൈസക്ക്, അതായത് ചിലപ്പോ നമ്മള് വീട്ടിലെ സിറ്റുവേഷൻ വളരെ വേഴ്സ്റ്റ് ആയിരിക്കും. പിന്നെ ഒന്ന് ജോലി കിട്ടാതിരുന്ന് കഴിയുമ്പോ വീട്ടുകാർ ചോദിക്കും, വീട്ടുകാർ പോട്ടെ, വീട്ടുകാർക്ക് പിന്നെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നമ്മൾ ചിലപ്പോൾ കറന്റ് സിറ്റുവേഷൻ മനസ്സിലാവും. നാട്ടുകാര് നമ്മളെക്കാട്ടി നാട്ടുകാർക്ക് വിഷമം, ജോലി ഇല്ലല്ലോ, എങ്ങനെ എന്തുകൊണ്ടാ ഇങ്ങനെ. എടാ ഞാൻ പണ്ട് പലചരക്കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴുണ്ടല്ലോ, എനിക്ക് പോലും അറിയത്തില്ല നിനക്ക് ജോലി ഒന്നും ആയില്ലേ. ഈ ഒരു കേൾക്കുമ്പോ ഉണ്ടല്ലോ അതിന്റെ വിഷയം വരുന്നതെന്ന് പറയുമ്പോൾ, നമുക്ക് വേറൊരു നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു ജോലി ഓഫർ കിട്ടിയെന്ന് വെച്ചോ, അവര് നമ്മൾ 5000 രൂപ പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഈ ഒരു വാക്ക് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മളൊന്ന് ഹോൾഡ് ചെയ്തേലെ MNCയിൽ അപ്ലൈ ചെയ്ത് കയറി പോകാനെ. ഈ നാട്ടുകാരും പക്ഷെ വീട്ടുകാർ എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയ പുഷ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നാട്ടുകാർക്ക്, നമ്മുടെ പേരൻസ് അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ നമ്മുടെ കറന്റ് സിറ്റുവേഷൻ മനസ്സിലാവും. അവർക്കറിയാം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, നമുക്ക് റിജക്ഷൻ കിട്ടുന്നുണ്ട്, അവർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ടോ അവന് കഴിവില്ല. സത്യം പറഞ്ഞാൽ കുറച്ച് നമ്മൾ പാസ്സായിട്ട് ഇപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഉടനെ മറ്റുള്ളവർ പറയുന്നുണ്ടോ അവൻ പാസ്സായിട്ടില്ല, അവൻ തോറ്റിട്ടിരിക്കുക. അങ്ങനെ ഞാൻ അങ്ങനെ സംസാരം കേട്ടിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് ഡിഗ്രി ഇപ്പം നമ്മൾ എന്തെങ്കിലും എഡ്യൂക്കേഷൻ കഴിഞ്ഞല്ലോ, നമ്മുടെ UG അല്ലെങ്കിൽ PG കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു 2-3 മാസം അല്ലെങ്കിൽ 5 മാസമെങ്കിലും നമുക്കൊരു അവകാശം തന്നിട്ട് പിന്നെ പറയുന്നത് അവൻ കിട്ടിയിട്ടില്ല, അവൻ ഇപ്പൊ PG പോയിട്ടൊന്ന് സബ്ജക്ട് പോയി തോറ്റിട്ടിരിക്കുക, അതുകൊണ്ട് അവന് ജോലി കിട്ടാത്ത. എന്തോ ഒരു സ്കാമാ നടക്കുന്ന ഈ കോളേജസിൽ പോലും. പ്ലേസ്മെന്റ് ഉണ്ട് കേട്ടോ, ഇവിടെ പ്ലേസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ അവരെ കയറ്റും. 3 വർഷം അല്ലെങ്കിൽ 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് തരുന്നില്ല അവിടുന്ന്. തരത്തില്ല. പല കോളേജിലും അവരുടെ സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി അവര് പല വാഗ്ദാനങ്ങളും നൽകും. ഇപ്പൊ കറന്റ് എന്റെ അനിയന്റെ എഡ്യൂക്കേഷന് വേണ്ടി ഞങ്ങൾ നടക്കണം, അവൻ ഇപ്പം UGക്ക് കയറാൻ വേണ്ടി. അപ്പോൾ പല കോളേജിൽ ചെന്ന് അവന്റെ സീറ്റിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പലരും ബിസിനസ് പരമായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഒരു കുട്ടിയുടെ കരിയർ എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നില്ല. പലരും ഇപ്പൊ CS-ന് പോയി കഴിഞ്ഞാൽ നമുക്ക് CS-ന് സീറ്റ് ഇല്ലെങ്കിൽ ഉടനെ അവർ പറയുന്നത് എന്താ പറയുക, CS-ന് ഇലക്ട്രോണിക്സ് ഉണ്ട്, അതിന് ഭയങ്കര സാലറി, അവര് ടെക്നോ പാർക്കിലെടുത്തു, ഇൻഫോ പാർക്കിലുണ്ട്, ഇന്ന കമ്പനി വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കർലി പറയുന്നത് ഇപ്പൊ യുദ്ധം നടന്നില്ലേ, യുദ്ധം നടന്നപ്പം മറ്റേ ബോംബ് ഇടുന്ന കാര്യം അത് ഇലക്ട്രിക് പരമായിട്ട് ബുദ്ധിപരമായിട്ട് നമ്മൾ ഇന്ത്യൻസ് ആണ് നന്നായിട്ട് ചെയ്തേ, ഇതാന്നൊക്കെ പറഞ്ഞായിരിക്കുന്നേ. മീൻസ് അത് ഞാൻ തെറ്റാന്ന് പറയുന്നില്ല, അത് കറക്റ്റ് ആണ്. പക്ഷെ അതിന് കുട്ടികളുടെ ഇൻട്രസ്റ്റിനെ മാറ്റി ബിസിനസ് പരമായിട്ട് കൊണ്ടുപോകാണ്. എനിക്ക് ഏറ്റവും അറിയാവുന്ന ഉണ്ടടാ, ഈ 10ാം ക്ലാസ്സിലും +2-ലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട്. നന്നായിട്ടെന്ന് പറയുമ്പോൾ നന്നായിട്ട് ഒരു പഠിക്കും കിട്ടുമോ. ഇപ്പൊ നല്ല മാർക്ക് വാങ്ങിച്ച പിള്ളേരോട് വീട്ടിലെ പേരൻസ് എന്താ ആദ്യം പറയുന്നതാണ്, അവിടെ നീ IT എടുക്കണം, IT എടുത്താൽ നിനക്ക് നല്ല സ്കോപ്പാ, എവിടെ പഠിക്കാൻ കഴിവുള്ള ഈ IT എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ 10ാം ക്ലാസ് കഴിഞ്ഞ് എടുക്കാം. അപ്പോൾ ഈ പിള്ളേരെ പുഷ് ചെയ്യുമ്പോൾ എടാ നീ IT എടുത്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ പാമ്പിടിച്ച് പിള്ളേർ പോയി എടുക്കൂടാ. +2-ൽ പഠിക്കാൻ കഴിവുള്ള, നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള പിള്ളേരെല്ലാം പോയിട്ട് IT പോയി എടുക്കും. IT എടുത്തു കഴിഞ്ഞാൽ എന്ത് പാടാ. ഇവർ പറയുന്നത് ദുബായിൽ AC മെക്കാനിക്ക് നല്ല പൈസയാ, അല്ലെങ്കിൽ കാനഡയിൽ നല്ല പൈസയാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുഷ് ചെയ്തെടുക്കുന്നത്. ലാസ്റ്റിൽ എനിക്കറിയാവുന്ന ഇപ്പോൾ പലരും ഉണ്ടല്ലോ ഈ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, വർക്ക്ഷോപ്പ് വെൽഡറായിട്ടൊക്കെ നിൽക്കുകയാണ് ഈ AC മെക്കാനിക്ക് IT-യിലൊക്കെ പോയി പഠിച്ചത്. അതെന്താണെന്നറിയോ, പേരൻസ് കുറച്ച് പേർക്ക് അറിയില്ല നമ്മുടെ ശരിക്കുള്ള വേൾഡ് എന്നാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിലും നാട്ടിൻപുറത്തുള്ള ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുന്നതേ അറിയത്തുള്ളൂ. നമ്മൾ കറക്റ്റ് ഇപ്പോ ഒരാളോട് ഒരു ഇൻഫോർമേഷൻ അറിയണം എന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നില്ല. അവരുടെ ഹൈ ക്ലാസ് വരെ. ഇപ്പൊ ഞാൻ തന്നെ എന്റെ കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടി നിന്ന സമയത്ത് BRK-നെ പറ്റി ചോദിച്ചു. ഒരാള് 10-20-25 ലക്ഷം രൂപയൊക്കെയാ പറഞ്ഞത്. കാരണം അവിടെ പോയി നിക്കണം, പിന്നെ സൈറ്റിൽ പോണം. നിങ്ങൾ കേരളത്തിൽ തന്നെ? കേരളത്തിൽ എനിക്കൊന്ന് കേരള ബോർഡർ എന്തോ ആണ്.
സ്ഥലം പ്രോപ്പറായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ ബി ആർക്കാകുമ്പോൾ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന്റെ പെൻസിലിന് കാര്യങ്ങളൊക്കെ ഭയങ്കര റേറ്റ് ആണ്. 25 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണപ്പെട്ട വീട്ടുകാർ അത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവര് അന്നത്തെ ഇപ്പം പുറത്തുള്ള അച്ഛനാണെങ്കിൽ 1 മാസം ശമ്പളം കൊണ്ടായിരിക്കും നമ്മൾ ആ മാസം നിൽക്കുന്നത്. അവരോടൊക്കെ 25 ലക്ഷം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു വീട് വെച്ച് താമസിക്കാനുള്ള പൈസയുണ്ട്. അതാണ് 25 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ 15 ലക്ഷം ആയിക്കോട്ടെ, ഒരു സാമാന്യമായിട്ട് നമുക്ക്. പക്ഷെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ എന്ത് അന്വേഷിച്ചാലും കോളേജിൽ പോയി അന്വേഷിക്കുക. പിന്നെ കുറച്ച് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക. അവര് വലിയൊരു വല വീശും, അതിൽ വീണ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ പെട്ടുപോകും. സത്യം പറഞ്ഞാൽ ഞാൻ +2 കഴിഞ്ഞിട്ടുണ്ടല്ലോ. അന്നത്തെ ഈ +2 കഴിഞ്ഞ് ഇറങ്ങുന്ന പിള്ളേർക്ക് ആദ്യം അടിച്ചു പൊളിക്കണം. അപ്പൊ എവിടെ പോകണ്ടേ? ബാംഗ്ലൂർ പോയാൽ അടിച്ചു പൊളിക്കാൻ പറ്റും. അപ്പോൾ എന്ത് കോഴ്സാണ് നോക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സാണ് BBA വിത്ത് ഏവിയേഷൻ. അത് ഭയങ്കര ഇതായിരുന്നു അതിന്. അപ്പോൾ ഞാൻ അതെടുക്കാന്ന് വെച്ചു കേട്ടോ. അതെടുക്കാന്ന് വെച്ചിട്ട് നമ്മളാണെങ്കിൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി പോലെയല്ലേ. അപ്പോൾ ഞാൻ അവിടെ പോയി ചോദിച്ചോട്ടോ, അമ്മയും കുട്ടി അവിടെ പോയി ചോദിച്ച സമയത്ത് അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ 15 ലക്ഷം രൂപയാണ് അന്ന് അവർ പറഞ്ഞത്. അന്ന് വാഗ്ദാനമൊക്കെ തരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഉടനെ 1 ലക്ഷം രൂപ സാലറി കിട്ടും. മെയിൻ ആയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ ബാംഗ്ലൂർ പോകണം, ബാംഗ്ലൂർ പോയിട്ട് അടിച്ചു പൊളിക്കണം. പക്ഷേ ഇപ്പൊ ആ കോഴ്സിന് വലിയ ട്രെൻഡ് ഒന്നും. ഓരോ സമയത്തുണ്ടല്ലോ ഓരോ കോഴ്സ്. നീ ആലോചിച്ച് നമ്മൾ +2 കഴിഞ്ഞ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എന്തോരം പേരെ നമ്മൾ വിളിക്കുന്നതെന്ന് അറിയാമോ? ഇവിടെ നിന്നാണ് ഇവർക്ക് നമ്പർ കിട്ടുന്നത്? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സ്കൂളിൽ നിന്നൊക്കെ ഇത് എടുക്കുന്നതായിരിക്കും, അല്ലാതെ പിന്നെ ഇത്ര നമ്പേഴ്സ് ഒക്കെ എങ്ങനെ. പിന്നെ ഒരെണ്ണമുണ്ട്, നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ശ്രദ്ധിച്ചോണേ, എവിടെന്നെങ്കിലും ഒരാളെ കിട്ടി കഴിഞ്ഞാൽ മറ്റേ ആളുടെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യുവോ, അവരോട് വിളിക്കാനാ കൊടുത്തവരുണ്ട്. നമ്മുടെ അതില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇന്നാണ് അതിന്റെ റിയാലിറ്റി നമുക്ക് മനസ്സിലാവുന്നത്. എനിക്കൊന്ന് അതില് കുത്തിരുന്ന എല്ലാവരും നമ്പർ കൊടുക്കുക. അപ്പൊ നമ്മൾ ചോദിക്കുള്ളൂ ഓടാ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എവിടെ നിന്ന് നമ്പർ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കാൻ അതില് തന്നെയാണ്. എനിക്ക് വന്നിട്ടുണ്ട്, ഞാനപ്പോ നമ്പർ കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് അതൊക്കെ ഒരു സ്കാമാന്നുള്ള കാര്യം. ഇവർക്കൊരു കമ്മീഷൻ കിട്ടുവാണ് ഈ കോളേജിലോട്ട് കയറി കഴിഞ്ഞാൽ. നമ്മൾ അടയ്ക്കുന്ന ഇപ്പൊ 12 ലക്ഷം രൂപയാണെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു കമ്മീഷൻ ഈ കയറ്റുന്നവർക്കുണ്ട്. അങ്ങനെയാണ്. അപ്പം നമ്മള് പല സ്കാമിലും പലരും പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോ. ഇപ്പൊ എന്റെ അനിയൻ ഇപ്പൊ കോളേജ് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പല കോളേജിൽ നിന്നാണ് ഇരിക്കുന്നത്. എവിടെ നിന്നാണ്. ഇപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കോളേജിൽ നിന്ന് ഞങ്ങള് അഡ്മിഷന് വേണ്ടി ഫസ്റ്റ് പോയപ്പോ ഓൾറെഡി അവിടെ നല്ല റേറ്റ് ഉള്ള കോളേജാണ്, പ്രൈവറ്റ് കോളേജാണ്. അപ്പൊ അവിടെ അവര് പറഞ്ഞു ആദ്യം അഡ്മിഷൻ എടുക്കണമെങ്കിൽ 1 ലക്ഷം രൂപ അടയ്ക്കണം. കോഷൻ ഡിപ്പോസിറ്റിന്റെ 1.5 എന്തോ ആണ് കോഷൻ ഡിപ്പോസിറ്റ് പറഞ്ഞെന്ന് തോന്നുന്നു. അത് 1 അടയ്ക്കണം, എന്നാലേ സീറ്റ് ബുക്ക് ചെയ്തോളൂ. അപ്പൊ ഞങ്ങൾ ഈ 1 അടയ്ക്കണം എന്ന് പറഞ്ഞാൽ എവിടെ എടുത്തിട്ട് പെട്ടെന്ന് അടയ്ക്കാനാ? നമുക്ക് അതിനുള്ള ഇൻകം ഇല്ലല്ലോ. ഞങ്ങളതിപ്പോ പറഞ്ഞു ഇല്ല, ഞങ്ങൾ വീട്ടിൽ ചെല്ലട്ടെ, ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഞങ്ങൾ പോയില്ല. ഈ കോഷൻ കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് പഠിച്ച സമയത്തൊക്കെ 10,000 രൂപ അടയ്ക്കത്തില്ല, എന്തെങ്കിലും പൊട്ടിച്ചാല് അങ്ങനെ തിരിച്ചു തരും. അപ്പം ആ കോഷൻ ഡിപ്പോസിറ്റില് നമ്മൾ 1 lakh അവിടെ അടയ്ക്കണം, എന്നാലും സീറ്റ് ബുക്ക്. പക്ഷെ അതുകൊണ്ടാണല്ലോ നമ്മൾ വേറെ സീറ്റ് വേറെ പോയി കഴിഞ്ഞാൽ 1 ലക്ഷം തിരിച്ചു തരത്തില്ല. ഇത് വെച്ചാൽ ഉറപ്പിച്ച സീറ്റാണ്. പിന്നെ നമ്മള് ഇപ്പൊ വേറൊരു കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു, നമുക്ക് അല്ലാതെ കിട്ടിയെങ്കിൽ ഈ 1 ലക്ഷം രൂപ തിരിച്ചു തരത്തില്ല. ബിസിനസ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം എവിടെയെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കൂട്ടിക്കോ. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ, ഞാനാണ് വിളിച്ച് എൻക്വയറി ചെയ്തത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു CS-ന് ഒരാൾ മാറിയിട്ടുണ്ട്, അതിലോട്ട് ബുക്ക് ചെയ്യാം, 10,000 രൂപയുള്ളൂ. അപ്പൊ അത് ബിസിനസിന് പാവപ്പെട്ട വീട്ടിലെ പിള്ളേരപ്പൊ പറയാം അച്ഛൻ എനിക്ക് കിട്ടത്തില്ല, എനിക്ക് ഇതൊന്നും എടുത്തു തരണം. ഇവര് പോയി തല വെച്ച് കൊടുക്കുന്നതിനകത്ത് ആണോ എന്നാലോചിക്ക്. 1 ലക്ഷം രൂപ കിടക്കുന്നു, 1 മാസം കഴിഞ്ഞപ്പോ അതിന്റെ വാല്യൂ കുറഞ്ഞൊരു 10,000 രൂപ. എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കാൻ വലിയ പൈസ ഒന്നും ഇല്ല. എനിക്ക് നമ്മുടെ ടൈമില് ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ എനിക്കൊന്ന് 2 ലക്ഷം 3 ലക്ഷം രൂപയ്ക്ക് എന്തായാലും ഒരു 4 ലക്ഷം ആവും. കാരണം അത് നല്ല കോളേജില് ഇപ്പൊ അല്ല ഇന്ന് ആലോചിക്ക്, 10,000 രൂപയാണ് ഒരു സീറ്റ് ബുക്ക് ചെയ്യുന്നതിന്. 1 ലക്ഷം എവിടെ കിടക്കുന്നു, 10,000 രൂപ എവിടെ കിടക്കുന്നു. അന്ന് ഈ കൊടുക്കുന്ന പൈസ തൊട്ട് അവർ തിരിച്ചും തരത്തില്ല. വേറെ കോളേജിൽ കിട്ടിയെങ്കിൽ അവര് തരത്തില്ല. ഇപ്പൊ അതുകൊണ്ടല്ലോ ഞങ്ങള് വെയിറ്റ് ചെയ്ത് അവന് ഹൈ ചാടി കിട്ടി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ ബിസിനസിന്റെ ഇത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഒരാൾ +2 കഴിയുമ്പോ അവന് എത്ര വയസ്സ്? 18.
ഉടനെ അപ്പോ അവൻ എന്തിനാ ഉടനെ പോയി ഡിഗ്രി എടുക്കുന്നേ? ഒന്ന് വീട്ടിൽ പക്ഷെ പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ചാടി കയറി പോയിട്ട് കാരണം +2 കഴിഞ്ഞ് ഇറങ്ങുന്നവൻ എന്താന്ന് അവന്റെ ഡ്രീം എന്താണെന്ന് ചോദിക്കുക. അപ്പൊ അവനോട് പറയാ നീ എന്നാ ഡിപ്ലോമ പോയി പഠിക്കുക, അല്ലെങ്കിൽ 6 മാസം ഇന്റേൺഷിപ്പ് പോയി ചെയ്ത് നീ ഓക്കെ ആണോ ആ കോഴ്സിന്, എങ്കിലും നീ ഡിഗ്രിക്ക് പോയിട്ട് ഇത് ചെയ്യുക. അത് അങ്ങനെ ചെയ്യാനുള്ളതിന് പക്ഷെ എല്ലാവരും പോയിട്ട് ഡിഗ്രി പഠിക്കുക. ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ട് അവൻ 3 വർഷം കഴിഞ്ഞിട്ട് അവന് ജോലി കിട്ടത്തില്ല. ജോലി കിട്ടാതിരിക്കുമ്പോ ഇങ്ങനെ വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ ഇങ്ങനെ ഇത് കുത്തല് കാരണം നമ്മൾ ശ്രദ്ധിച്ചോളൂ. നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴും നമ്മുടെ ഒരു IT-യില് നമ്മളെക്കാട്ട് പ്രായം കുറഞ്ഞ പിള്ളേരാ പഠിക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. അതെ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ അവിടെ 19ഉം 20ഉം ഞാൻ 18 വയസ്സുള്ള ചെറുക്കനെ കണ്ടു, അവന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്തിനാ 3 കൊല്ലം പോയിട്ട് ഡിഗ്രി പഠിച്ചോളേ? പക്ഷെ അതിന്റെ ആവശ്യമില്ല. ശരിക്കും ഇപ്പോഴത്തെ കമ്പനീസിലൊക്കെ ആണെങ്കിൽ വേണ്ടത് സ്കിൽഡ് ആണ്. സ്കിൽഡായിട്ടുള്ള ഒരാളോ 10ാം ക്ലാസ് കഴിഞ്ഞാലും അവനെ എടുക്കാൻ റെഡിയാണ് കമ്പനി. കാരണം കമ്പനിയിൽ ഒരു മീൻസ് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇപ്പൊ തന്നെ എനിക്കറിയാം MCAയിൽ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. ഒരു കമ്പനി ഇന്റർവ്യൂവിന് വന്നു. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ആൾക്കാരെ എടുക്കാൻ പറ്റുന്നില്ല. ബേസിക് പ്രോഗ്രാമിംഗ് പോലും ചെയ്യാൻ അറിയാത്ത പിള്ളേർ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർ ഒരു കമ്പനി ഇപ്പൊ ചെല്ലുന്ന ഒരു 10 വരെ എടുക്കാനായിരിക്കും ആ കോളേജിലോട്ട് കയറി ചെല്ലുന്നത്. അപ്പൊ അവിടെ പോയിട്ട് അവർക്ക് 10 പോയിട്ട് ഒരാളെ പോലും കിട്ടുന്നില്ല. കാരണം എന്താണ്, അവർക്ക് പ്രോഗ്രാമാറ്റിക് സ്കിൽ ഇല്ല. അപ്പൊ കമ്പനി എന്നാ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഒരു കമ്പനിക്ക് ഒന്നും അറിയാത്ത ഒരാളെ പിടിച്ചിട്ട് അവരെ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരിക്കലും. അതാണ് മെയിൻ പ്രോബ്ലം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ സ്കില്ലില്ല, നമ്മൾ എന്തിനാ എഡ്യൂക്കേഷന്. എനിക്കറിയാം ഏതെങ്കിലും കോളേജില് ഇപ്പൊ തന്നെ നമ്മളെ പഠിപ്പിച്ച രീതി എനിക്കറിയത്തില്ലേ എന്താണ്? ജസ്റ്റ് ഒരു ട്രാൻസ്ലേഷൻ ആണ്. ഇംഗ്ലീഷ് വായിച്ച് അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളാണ് കോളേജിൽ ഇരിക്കുന്നത്. ശരിക്കും അങ്ങനെയാണോ വേണ്ടേ? അങ്ങനല്ല. അല്ല, ഞാൻ ആലോചിക്കും നമ്മളൊക്കെ ലാബിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ടർബോ C++ അല്ലേ? ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്ത ടർബോയിലായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയാണ്, എനിക്കൊരു ഇറർ വന്നായിരുന്നു. അപ്പോൾ അത് സ്ക്രീൻ പോലും നോക്കാതെ ടീച്ചർ പറഞ്ഞാൽ എന്താ, അത് നോക്കി ഇങ്ങോട്ട് ടൈപ്പ് ചെയ്താൽ മതി, അത് മാറിക്കോളാം. എന്നാ ബഗ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് പറഞ്ഞു തന്ന എടാ മോനെ അങ്ങനെയല്ല കേട്ടോ, ഇത് ഇവിടെ കോമ ഇട്ടതിന്റെ പ്രോബ്ലം ആ, നീ അത് മാറ്റിയാൽ മതി എന്ന് പറയാനുള്ള പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല. ഇല്ല. അപ്പൊ ടീച്ചർ പറയുന്ന അത് ബുക്കിലുള്ള പോലെ നോക്കി ടൈപ്പ് ചെയ്താൽ മതി, അപ്പൊ അത് മാറിക്കോളും. നമ്മളെ റെക്കോർഡില് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണ ശരിക്കും നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ തന്ന് നമ്മളത് ടൈപ്പ് ചെയ്ത് റൺ ചെയ്ത് എറർ വന്നിട്ടുണ്ട് ഇല്ല, കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടിയാൽ മാത്രം റെക്കോർഡ് എഴുതും. നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ല, റെക്കോർഡിൽ എഴുതും, എന്നിട്ട് പോയി ലാബിൽ പോയി എഴുതും. അപ്പൊ എന്താ റെക്കോർഡിൽ എഴുതിക്കുന്ന കംപ്ലീറ്റ്ലി തെറ്റാ. അത് പോയി പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകുന്ന ലാബ് എക്സാം പിള്ളേരും പ്രോഗ്രാം കാണാതെ പഠിച്ചിട്ട് പോയിട്ട് ടൈപ്പ് ചെയ്യുക. അതിന്റെ ലോജിക് എന്താണ്, അത് എന്തിനാ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഇതില്ലാതെ പോയി ടൈപ്പ് ചെയ്യുന്നതോടെ അവർക്ക് 3 വർഷം കഴിഞ്ഞപ്പോൾ സ്റ്റക്ക് അടിക്കും. ഞാൻ എന്തിനു പോകണം 3 വർഷം കഴിഞ്ഞ് എന്നാ പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയേക്കാം. പക്ഷെ പിന്നെ ഒരു കുഴപ്പം എന്താ അറിയോ, ഈ ഇപ്പൊ കമ്പ്യൂട്ടർ എടുക്കുന്നു, കമ്പ്യൂട്ടർ CS എടുത്ത് ബിടെക്കിന് ചേരുന്നു. അപ്പൊ നമ്മള് 10 കഴിയുമ്പോൾ കുട്ടികൾക്ക് CS എടുക്കുന്നവരുണ്ട്. അപ്പൊ CS എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ, അവർക്ക് ഓൾറെഡി ആയി ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ ഈ ബിടെക് CS എടുത്ത് പഠിച്ചറിയും കഴിഞ്ഞാൽ അവർ ഏതൊക്കെ പൊസിഷനിൽ വർക്ക് ചെയ്യേണ്ട ഒരു പൊസിഷൻ ഏതൊക്കെയാന്ന് പോലും അവർക്ക് അറിയത്തില്ല. ഇപ്പൊ എന്താ CS സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പല ഡിവിഷൻ ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. ബാക്ക് എൻഡ് ഉണ്ട്, ഫ്രണ്ട് എൻഡ് ഉണ്ട്, ഫുൾ സ്റ്റാക്ക് ഉണ്ട്, പ്രൊജക്ട് കോർഡിനേറ്റർ ഉണ്ട്, ടീം, അങ്ങനെ ഒത്തിരി പൊസിഷൻസ് ഉണ്ട്. ഇതൊന്നും ആർക്കും അറിയത്തില്ല. ഇപ്പൊ ഈ ഒരു ഫീൽഡിലോട്ട് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പോലും ഞാൻ ആലോചിക്കാം എന്തുകൊണ്ട് ടീച്ചർമാർ അത് പറഞ്ഞു കൊടുക്കാത്ത, അതെന്താ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത. ഇപ്പൊ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കാം, മാത്തമാറ്റിക്സ് നമുക്ക് എടുക്കാം. മാത്തമാറ്റിക്സ് ശരിക്കും പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ചില സിറ്റുവേഷനിൽ. പക്ഷെ ഏതെങ്കിലും ഒരു കോളേജില് ഏതെങ്കിലും ടീച്ചർമാർ, ഇപ്പൊ മാത്സ് ടീച്ചറിന് ശരിക്കും പ്രോഗ്രാമാറ്റിക് സ്കിൽ ഇല്ലായിരിക്കും, പക്ഷെ ഒരു മാത്സ് ടീച്ചർ ക്ലാസ്സിൽ വരിക, ഒരു പ്രോഗ്രാം അറിയാവുന്ന ഒരു ടീച്ചറിനെ കൂടെ കൊണ്ടുവരിക. മാത്സ് ടീച്ചർ കൊടുക്കുന്ന ഫോർമുലയെ ഒരു പ്രോഗ്രാം അറിയുന്ന ടീച്ചർ അതിനെ കൺവേർട്ട് ചെയ്ത് കോഡിലോട്ട് മാറ്റുവാണെങ്കിൽ അപ്പൊ ഞാൻ എന്താ ഇതിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ, കുട്ടികൾക്ക് അതറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്താ ശരിക്കും ഈ സൈൻ തീറ്റ കോസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്ത് മാറ്റാൻ പറ്റും. ഓരോ ഫോർമുല വെച്ച് ഓരോ അൽഗോരിതം ബിൽഡ് ചെയ്ത് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇത് പറ്റും. പിള്ളേർക്ക് എന്താ ചിന്ത, ഇത് എന്തിനാ ഞാൻ പഠിക്കുന്നത്, ഇതിന് പഠിച്ചിട്ട് എന്താ കാര്യം. ഇപ്പൊ ഞാൻ തന്നെ BC പഠിച്ചപ്പോ എന്റെ അമ്മ വിളിച്ചു, എല്ലായിടത്തും ചോദിക്കുന്ന BC, ഞങ്ങൾക്ക് BC അഡ്മിഷൻ പോയപ്പോഴും എന്നോട് ചോദിച്ചത്, എനിക്ക് +2 മാത്സിന് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോ എന്നോട് ചോദിച്ചത് പ്രിൻസിപ്പൾ പോലും മാത്സിന് മാർക്ക് ഉണ്ടല്ലോ. ഞാൻ ബയോളജി എടുത്തേ. അപ്പം CS പഠിച്ചിട്ടുണ്ടോ എന്നല്ല അവിടെ ചിന്തിക്കുന്നേ, മാത്സ് പഠിച്ചിട്ടുണ്ടോ, ഓക്കെ
ഓക്കെ എന്നല്ല അപ്പൊ അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇത് വരുമല്ലോ, ആപ്റ്റിറ്റ്യൂഡ് റൗണ്ടിൽ ഇത് വരും, എന്തോ ക്വസ്റ്റിനകത്ത് ഫുള്ള് മാത്തമാറ്റിക്സിന്റെ ഒരു പേപ്പർ ഉണ്ട്. അപ്പൊ ഞാൻ ഇവർ എന്തിനാ ഈ മാത്സിന്റെ ആവശ്യം എന്താ, ഇത് സൈൻ തീറ്റ കോസ് തീറ്റ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് വരുമായിരുന്നു, മീൻസ് അങ്ങനെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കാണുമായിരിക്കും. അപ്പൊ ഞാൻ ആലോചിച്ച് എന്തിനാണ് ഈ കമ്പനി മാത്സ് ചെയ്യുന്നത്, അപ്പോഴും എന്റെ തല ഉദിക്കുന്നില്ല. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും, ലോജിക്ക് കൊണ്ട് ആ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് വലിയ അൽഗോരിതം ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു എനിക്ക് തോന്നുന്നു ഈ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ട് അതിനകത്ത്. ഇപ്പൊ നമ്മളെ ഈ കോഡിംഗ് എന്ന് പറയുന്ന സത്യം പറഞ്ഞ ലോജിക്കാണ്. ആ ലോജിക്ക് ആ കുട്ടിക്ക് കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് അറിയാനാണ് നമ്മൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. പക്ഷെ കുട്ടികൾ അത് എന്നും വെറുത്ത, ഞാൻ പോലും വെറുത്താണ് അതിരിക്കുന്നത്. അയ്യോ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷെ മറ്റേ രീതിയിലൊക്കെ ഒരു കോളേജിലാണെങ്കിൽ ഒരു മാത്തമാറ്റിക്സ് ടീച്ചറും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അറിയാവുന്ന ഒരു ടീച്ചറോടെ രണ്ടുപേരും കൂടെ വന്നിട്ട് മാത്സ് ടീച്ചർ ഒരു കൊടുക്കുന്ന ഫോർമുല പ്രോഗ്രാം ടീച്ചർ അത് പ്രോഗ്രാം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അതിനെ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പിള്ളേർക്ക് അത് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ അല്ലെങ്കിൽ പിന്നെ ഈ പിള്ളേർ വിചാരിക്കും ഈ ടീച്ചറിന് എന്തിന്റെ കേടാ, അവിടെ എങ്ങാണ്ട് ഇരുന്നാ പോരെ, എന്തിനാ ഈ മാത്സ് ടീച്ചർ പഠിക്കുന്നത്. നമ്മൾ തന്നെ ഒരു കാലം എനിക്ക് തോന്നുന്നു മറ്റേ കാർത്തിക് സൂര്യ പറയുന്നത് കേട്ടോ, കാർത്തിക് സൂര്യക്ക് പറയത്തില്ല ഇത് എന്തിനാ മാത്സ്, നമ്മൾ ഇന്റഗ്രേഷൻ ഒക്കെ ഇതിനെ പഠിക്കുന്നേ, അത് ആൻസർ ചെയ്തേക്കുന്നേ. കാരണം നീ കാർത്തിക് സൂര്യ അങ്ങനെ പറയുമ്പോൾ നമ്മളത് കാണുമ്പോൾ ശരി എന്തിനാ ഈ മാത്സ് പഠിക്കണ്ടേന്നാ. പക്ഷെ ആ പുള്ളി അത് റിപ്ലൈ കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ സംഭവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എടുത്ത് ചെല്ലുന്ന അവർ നമ്മളൊക്കെ ആണെങ്കിൽ, ഞാൻ +10 ശരി +2 ശരി ഈ ഡിഗ്രിക്കും ആയാലും ശരി ഞാൻ ജയിക്കാനുള്ളത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം കൂടുതലിരുന്ന് പഠിക്കത്തില്ല, എനിക്ക് അറിയത്തില്ല എന്ന് വെച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അതിനകത്തോട്ട്. പക്ഷേ ഏതൊരു ടീച്ചർ ഇങ്ങനെ രീതിയിലേക്കാണ് പ്രോഗ്രാമിംഗ്, അപ്പൊ നമ്മളിരുന്ന് പഠിക്കും, ശരി ഈ ഇങ്ങനെ ചെയ്യാലോ നമ്മൾ അപ്പൊ ചിന്തിക്കും. നമ്മള് ജസ്റ്റ് പഠിക്കുന്ന അക്കാഡമിക്കില് നമ്മൾ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞ ജോലി എനിക്കൊന്ന് ടീച്ചർമാരൊക്കെ കൂടുതലും സിലബസ് മാത്രം ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. അവർക്ക് അതിന്റെ പുറകില് എന്തെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ലിങ്ക്ഡിൻ എന്താണെന്ന് അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല, നൗക്കറി എന്താണെന്ന് അറിയത്തില്ല, ഗിറ്റ്ഹബ് കോളേജിലേ പഠിപ്പിക്കുന്നില്ല. നമുക്ക് മറ്റേതുണ്ടല്ലോ പ്രൊജക്ട്, നമുക്ക് മിനി പ്രൊജക്റ്റും ചെയ്യണം മെയിൻ പ്രൊജക്റ്റ് ചെയ്യണം. മിനി പ്രൊജക്ട് ചെയ്യുമ്പോൾ ടീച്ചർമാരെന്താ പറയുന്നത്, എടോ ആ സ്ഥലത്തുണ്ട് കേട്ടോ, അവിടെ പോയിട്ട് നിങ്ങൾ ചെയ്താൽ മതി, അവിടെ കൊടുത്ത് പൈസ കൊടുത്ത്, അല്ലെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞുതരാം, നിങ്ങൾ യൂട്യൂബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ സ്റ്റാക്ക് ഓപ്ഷനിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്തു ഇറേസ് വന്നാൽ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുന്ന ഒരു ടീച്ചർ ഇല്ലായിരുന്നു നമുക്കില്ല. നമുക്ക് കാരണം കറക്റ്റ് ഒരു എങ്ങനെയൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നുള്ളൊരു ഇതില്ല. നമ്മളൊരു പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗിറ്റ് പുഷ് ചെയ്യും, നമുക്ക് അതിൽ നിന്നായിരിക്കും മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആവുന്നത്. അതൊന്നും നമ്മുടെ കോളേജിൽ നമുക്ക് പറഞ്ഞിരുന്നില്ല. പക്ഷെ കോളേജിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർമാരുണ്ട്. എനിക്കൊന്ന് മിക്ക കോളേജിൽ എടുക്കുന്നതെല്ലാം ഫ്രഷേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്, അവർക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഇല്ല. അറ്റ്ലീസ്റ്റ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർമാർ വന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി നമുക്ക് ഉണ്ടാവും. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ടീച്ചർമാർ ബിടെക്കും എംടെക്കും കഴിഞ്ഞ് പഠിപ്പിക്കാൻ കയറുന്ന അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വായിക്കുക, അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അത് ഇങ്ങനെയാണോ അത് അങ്ങനെയാണോ, പോർഷൻ തീർക്കുക പോവുക, പോർഷൻ തീർക്കുക പോവുക. എനിക്ക് അതിനകത്ത് നിന്നൊക്കെ ഒരു വ്യത്യസ്തത തോന്നിയ ആരാന്നറിയാമോ, നമ്മുടെ വിഷ്ണു സാറ്. എനിക്കൊന്ന് ഇവർക്ക് അറിയാൻ തോന്നുന്നു. ഞാൻ വേണമെങ്കിൽ മറ്റേ ബ്രൈറ്റ് കെയർ ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സാറിന്റെ, സാറ് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പേപ്പർ കഷ്ണം പോലും ഇല്ലാതെ ക്ലാസ്സിലോട്ട് കയറി വന്നു. ഞാന് അന്നല്ല ഇലക്ട്രോണിക്സ് പഠിപ്പിക്കുമ്പോൾ സാറ് ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ ഒരു പേപ്പർ കഷ്ണം പോലും ഇല്ലാതാണ് അത് സാറ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്, സാർ ഇങ്ങനെ എങ്ങനെ ഇത്രയും സാധനങ്ങൾ സാർ മെമ്മറൈസ് ചെയ്തിട്ട് അത് പറയുന്നേ, മൈൻഡിലത് സാറിനുണ്ട്. സാറിന്റെ യൂട്യൂബ് ചാനൽ കാണണം, സാറിന്റെ നോളേജ് അറിയണമെങ്കിൽ അടിപൊളിയായിട്ട്. സാറ് ആ ഒരു കോളേജ് നമ്മൾ പഠിച്ചത് കോളേജിൽ പഠിച്ചില്ല, എനിക്ക് ഏറ്റവും വലിയ ഒരു ഗുണം ഉണ്ട്, അത് സാറിന്റെ ക്ലാസ് ഇരിക്കാൻ പറ്റി. അതുപോലെ ജെയ്സൺ സാറും സാറ് ഭയങ്കര നല്ല രീതിയിലാണ് അതിന്റെ ആ ഒരു ഡാറ്റ സ്ട്രക്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത്. നമ്മളെ ഡാറ്റ സ്ട്രക്ചർ പഠിപ്പിച്ചത് അടിപൊളിയായിട്ടാണ് സാറ് പഠിച്ചത്. സാറാണോ വന്നിട്ട് പ്രോഗ്രാം ബോർഡിൽ എഴുതുന്ന ഒരാള് സാറ് മാത്രം, അത് സ്വന്തമായിട്ടാണ് സാർ ആ ബോർഡിൽ എഴുതുന്നത്. ചില ടീച്ചർമാർക്ക് ബുക്ക് നോക്കിയിട്ടാണ് കോഡ് പ്രോഗ്രാം എഴുതുന്നത്. അപ്പം അതിലെ ലോജിക്ക് നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞുതരും, ഇതും കറക്റ്റ് വേ ആണ്, നമുക്ക് ഇങ്ങനെ ഈ അൽഗോരിതം ഒക്കെ എന്ന് പറയുന്നത് പക്ക അതുപോലെ എഴുതണം എന്നില്ല, നമ്മുടെ വേയിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തില് തേജസ് ഒക്കെ ഉണ്ടായിരുന്നു, അവൻ തിരിച്ചു പറഞ്ഞു കൊടുക്കും, സാർ ഇത് ഇങ്ങനെ ചെയ്താൽ പോരെ. എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാനതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ പോരെ, ഇതപ്പോ ഇങ്ങനെ സോൾവ് ചെയ്യാലോ. അപ്പൊ പറഞ്ഞു അങ്ങനെയും ചെയ്യാം.
പക്ഷെ സാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുപോലെ വേറെ ആരും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് വിഷ്ണു സാറിന്റെ ക്ലാസ്സൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. സാറ് ഇലക്ട്രോണിക്സ് പഠിപ്പിക്കുന്നത് നമ്മളെ എൻവയോൺമെന്റ് സ്റ്റഡീസ് എടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് സാറ് നമ്മളെ ഇത് ചെയ്യുന്നത് നമുക്കൊരു മറ്റേ സെമിനാർ വെച്ച സെമിനാർ സമയത്ത് വെച്ചു. സെമിനാർ ആദ്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സാറാ. നീ എന്തുവാ നല്ലത് നന്നായിട്ട് നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. നീയല്ലേ ആ നീ അതിലെ എല്ലാ ഇയേഴ്സും എന്തോ ഒരു ടോപ്പിക് ഉണ്ട്, ഏതാ ടോപ്പിക് എന്ന് ഓർക്കുന്നില്ല, പക്ഷെ അതിൽ ആ ഈച്ച് ആൻഡ് എവറിത്തിങ് അതിന്റെ ഇയറും എല്ലാം പറഞ്ഞപ്പോ സാറ് പക്കായിട്ട് അപ്രിസിയേറ്റ് ചെയ്തു. കാരണം നല്ല അങ്ങനെ ഒരു ആള് പഠിപ്പിക്കണമെങ്കിൽ അത്രയും ഓർമ്മശക്തിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. സാറിന്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കറിയാം. അപ്പോൾ ഇവർക്ക് യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സാർ ഇപ്പൊ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും ഒരു പേപ്പർ പോലും കയ്യിൽ എടുക്കാതാണ് സാറ് ഇലക്ട്രോണിക്സ് വന്ന് പഠിപ്പിക്കുന്നത്. ആ ഡയഗ്രാംസ് ഒക്കെ ഇല്ലായിരുന്നു അതുപോലെ സാറിന് കാണപ്പെടാം എവിടെയും നോക്കാത്തത്. അതൊക്കെ എനിക്ക് ഇതാ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എത്ര സംശയം ചോദിച്ചാലും ആ അത് ഭയങ്കര ഒരു ക്വാളിറ്റി ആണ്. നമുക്ക് ചിലർക്ക് എനിക്ക് സാറ് PhD എടുത്തോന്നല്ലേ നിങ്ങളുടെ കോളേജിലാണ്? സെയിന്റ് കിറ്റ്സിലായിരുന്നു സാർ എടുത്തത്. പക്ഷെ നമുക്ക് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഓപ്പൺ ആയിട്ട് പറയുന്നത്, നമുക്ക് എന്ത് എപ്പോ വേണമെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരുന്നത്, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് സക്സസ് ആവും. എനിക്ക് സാറ് പേപ്പർ മീൻസ് ഒരു ഇലക്ട്രോണിക്സ് ബുക്കിന്റെ ഉപരി നമ്മളെ പറഞ്ഞു തരാറുണ്ട്. ആ ബുക്കിന്റെ അകത്തെ കാര്യങ്ങളല്ല, അത് ഇത് ഇന്നത് യൂസ് ചെയ്തോടെ ഇതുകൊണ്ടാണ് ഇന്നത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുമ്പോ നമുക്ക് ബോധം വരും. അപ്പൊ കാർത്തിക് സൂര്യ ചോദിച്ച പോലത്തെ ഒരു ഡൗട്ട് സാറിന്റെ ഇലക്ട്രോണിക്സ് ക്ലാസ് ചെയ്താണെങ്കിൽ കാർത്തിക് സൂര്യ ചോദിക്കത്തില്ല. അപ്പൊ അല്ല അതിപ്പം കാർത്തിക് സൂര്യ പറഞ്ഞിട്ട് ഞാൻ എത്ര ചിന്തിച്ചിട്ടുണ്ട്. ഈ സൈനും കോഴ്സും നമ്മൾ പോകുമ്പോ സാധാരണ ബേസിക് മാത്സ് പോരാ. എനിക്കത് ഇപ്പോഴും അത് എന്തിനാണെന്ന് അറിയാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കുട്ടികൾക്ക് ഓൾറെഡി പഠിക്കാൻ ഡിഫിക്കൽട്ട് ആണിത്. പിന്നെ എന്തൊരു പാടാ ഇന്റഗ്രേഷൻ ആയാലും ഡിഫറൻസിയേഷൻ എങ്ങനെ അത് പഠിച്ചെടുക്കും. പക്ഷെ അത് പഠിച്ച് ഇന്നത് കൊണ്ട് പഠിക്കാനാണെങ്കിൽ നമ്മളിരുന്ന് നോക്കും. അതാ പറഞ്ഞ ബേസിക് മുതൽ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് സോൾവ് ചെയ്യാം. നമ്മൾ ഡിഫറൻസിയേഷൻ ചുമ്മാ ഇക്വേഷൻസ് കാണാതെ പഠിക്കാതെ അത് വന്ന വഴിയിൽ ടെക്നിക്സ് യൂസ് ചെയ്ത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ കുട്ടികൾ അതിന് മെനക്കെടത്തില്ല. നമ്മൾ ഓൾറെഡി ജയിച്ചു കിട്ടിയാൽ മതി. കുട്ടികൾ കൊച്ചു ക്ലാസ്സിലെ പറയും മാത്സ് പാടാം കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പിള്ളേർ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളുണ്ടല്ലോ, ഇപ്പൊ എന്റെ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെ 3-4 ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. ഈ ടീച്ചർമാർ നന്നായിട്ട് പഠിക്കുമെങ്കിൽ പിള്ളേർ എന്തിനാ അവിടെ പോകുന്നത്? അല്ലെങ്കിൽ ശരി വീട്ടുകാരെ പുഷ് കാരണം ട്യൂഷന് പോകാന്ന് വെക്കാം. പക്ഷെ ഏതെങ്കിലും എത്ര പേരൻസ് മീറ്റ് ചെയ്യാൻ നടക്കുന്നത് ഏതെങ്കിലും ഒരു ടീച്ചർ ഞങ്ങളിവിടെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ട്യൂഷന് വിടുന്നത്? ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം, അവർക്ക് രാത്രി വിളിക്കട്ടെ പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ ട്യൂഷൻ വിടണ്ട, അവരെ ഫ്രീ ആക്ക്. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഭയങ്കര റെസ്ട്രിക്റ്റ് ആയിരുന്നു ട്യൂഷന് പോകണ്ടെന്ന്. അവിടെ ഞങ്ങൾ ഒളിച്ചും വന്ന് പോവായിരുന്നു ട്യൂഷന്. കാരണം അടുത്ത് തന്നെ ഒരു സ്കൂളിന്റെ അടുത്ത് തന്നെ കുറച്ചങ്ങോട്ട് മാറി ട്യൂഷൻ ഉണ്ട്. അപ്പൊ വൈകിട്ട് പോകുമ്പോ സാറ് ഓൾറെഡി ഞങ്ങള് ഭയങ്കര പ്രൊട്ടക്റ്റഡ് വെയിലാണ് പോകുന്നത്. അപ്പൊ സാറ് റോഡിലൊക്കെ നിൽക്കും. എവിടെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ തീർന്നു. എന്തിനാ പോന്നെ, വീട്ടുകാരെ വിളിക്കും, ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, എന്തിനാണ് അങ്ങനെ പറയുന്ന ടീച്ചർമാരുണ്ട്. ഇപ്പൊ എങ്ങനെയാന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ പഠിച്ച സമയത്ത് സ്കൂളിൽ അങ്ങനെ ഫോഴ്സ് ചെയ്യുമായിരുന്നു ട്യൂഷന് പോകരുത്, നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് സെൽഫ് ലേൺ. അതാണ് നല്ലത്. ഇന്ന് ഈ എത്ര ട്യൂഷൻ ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ഒരെണ്ണം കണ്ടു, LKG to 10th വരെ. 4 LKG പഠിക്കുന്ന കൊച്ചിന് എന്തിനാ ട്യൂഷൻ? അറിയില്ല, ഇപ്പൊ പേരൻസ് ബിസി ആയിട്ട് ചിലപ്പോ പേരൻസിന് വീട്ടില് പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവര് പറഞ്ഞു കൊടുത്തപ്പോ ABCD പറഞ്ഞു കൊടുക്കാൻ ആർക്കാണ് അറിയാത്ത? എടാ വേണ്ട, ഇതും പറഞ്ഞു കൊടുക്കണ്ട, കുട്ടികളോട് കളിച്ചാ മതി. എന്തിനാണ് LKG ABCD പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അത് കളിക്കേണ്ട പ്രായം LKG UKG എന്നൊക്കെ പറയുമ്പോ അവിടെ നമ്മൾ പ്രഷർ കൊടുക്കും. അവിടെ തൊട്ട് കേട്ടി പഠിക്ക്. പക്ഷെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് അങ്ങനെ. പക്ഷെ പുറത്തൊക്കെ അങ്ങനെയില്ല. കുട്ടികളെ കൂടുതൽ കളികളിൽ ഇൻവോൾവ് ചെയ്ത് അവരെ കാര്യങ്ങൾ ഒരു മെന്റലി പ്രിപ്പയർ ആക്കി എടുക്കുന്നത്. നമ്മളിപ്പോ പല വീഡിയോസിലും പല കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു LKG പോകുന്നതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്ന അംഗൻവാടി ഉണ്ടല്ലോ, അംഗൻവാടിയിൽ ഗെയിംസ് ആണ് ഇപ്പൊ കളിക്കുന്നത്. ഞാൻ പണ്ട് ആശാട്ടി അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലേ സ്കൂൾ അവിടെയും പഠിപ്പിക്കുന്നുണ്ടോ ABCD? എനിക്ക് അറിയില്ല. അംഗൻവാടിയിലൊക്കെ പോകുമ്പോ നമുക്ക് നമ്മളെ അക്ഷരം പഠിപ്പിക്കും. അവിടുന്ന് നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുവരിക, പഠിക്ക്. ഒന്ന് ആലോചിച്ച് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 ഇപ്പൊ എനിക്ക് 3.5 വയസ്സിലെങ്ങാണ്ട് അംഗൻവാടി ചേർക്കും തോന്നുന്നു.
അന്ന് തുടങ്ങുന്ന പ്രാരാബ്ദം 60 70 80 വയസ്സ് വരെ ജീവിച്ച അന്ന് മുതല് 22 വയസ്സ് വരെ അവിടുന്ന് പഠിച്ചു വരുന്ന ഒരു അല്ല കൊച്ചിന് അല്ല 60 80 വയസ്സ് വരെ കഴിഞ്ഞാൽ ആളുടെ പ്രാരാബ്ദം തീരുന്നുണ്ടോ? ഇല്ല. ഇല്ല. എത്ര പേര് ഒരു സിനിമയ്ക്കകത്തില്ലേ ഏതാ? ബാംഗ്ലൂർ ഡേയ്സില് ദുൽഖർ പറയുന്ന ഒരു ഡയലോഗ് ഏതാ? മീൻസ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു ഏതാ എടുക്കുന്നത്, പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാ എടുക്കുന്നത്, അത് കഴിയുമ്പോ പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പൊ ഡിഗ്രി കോളേജ് അതേതാന്ന് ചോദിക്കും. അത് കഴിയുമ്പോ റിസൾട്ട് വന്നോ, 10ന്റെയും പ്ലസ് ടുന്റെ ഇടയ്ക്ക് റിസൾട്ട് വന്നോ, വന്നാ ഏതാ എത്ര എടുക്കുന്നത്, മാർക്കായി? ബയോളജി ആണോ ബയോളജി ആണോ ഹ്യൂമാനിറ്റീസ് ആണോ അത് എടുക്കുന്നത് ഏതാന്ന് ചോദിക്കും. അത് കഴിയുമ്പോ ഡിഗ്രി കഴിയുമ്പോ ജോലിയായോ, ജോലിയായെങ്കിൽ കല്യാണം ആയില്ലേ, കല്യാണം ആയോ കുട്ടികളായില്ലേ, പാട്ടു. സത്യമായിട്ടും ഞാൻ അന്ന് ആ വീഡിയോ ആ ദുൽഖർ പറഞ്ഞപ്പോ വെച്ചാൽ ഇതെന്താ ഇങ്ങനെ പറയുന്നേ, അന്ന് നമ്മുടെ ചെറുപ്പമായിരുന്നു. പക്ഷെ ഇന്നത് റിയലൈസ് ചെയ്യാണ്, പഠിച്ചു കഴിഞ്ഞ് ജോലി ആയില്ലെങ്കിൽ പോലും അവിടെ കല്യാണം ആവാറായോ. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ, ഇങ്ങനത്തെ വീട്ടുകാരെ അങ്ങ് പ്രഷർ ചെയ്യും, ഈ മോളെ എന്തിനു നമ്മുടെ വീട്ടുകാർക്ക് കുഴപ്പമില്ലെങ്കിലും നാട്ടുകാർ പറഞ്ഞു അവരെ അങ്ങ് ടെൻഷൻ കയറ്റും. മോക്ക് 22 വയസ്സായില്ലേ, കെട്ടിക്കണ്ടേ? പിന്നെ എനിക്കൊന്ന് പണ്ടത്തെക്കാട്ടും കുറച്ചും കൂടെ ചേഞ്ച് ആയി. എടാ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, എന്റെ കൂടെ പഠിച്ചവര് 19ാമത്തെ വയസ്സ് വരെ കല്യാണം കഴിച്ചവരെ എനിക്കറിയാം. പക്ഷെ എന്റെ കൂട്ടത്തിൽ ആരും 19 വയസ്സിൽ അത് ചോദിച്ച സമയത്തുണ്ടല്ലോടാ അവര് പറയുന്ന ഇത് എക്സ്പ്ലനേഷൻ എന്താന്ന് പറയുമോ, ജാതകം നോക്കിപ്പോണ്ടല്ലോ 25 26 വയസ്സ് കഴിഞ്ഞ കല്യാണം. ഈ ജാതകം നോക്കിയ ഡിവോഴ്സ് ആവുന്നില്ലേ? അതെ, വീട്ടുകാർക്ക് ഒരു ചിന്ത വേണ്ടടാ. 18 എന്ന് പറയുമ്പോൾ പ്ലസ് ടു കഴിയും, അത് നോക്കണ്ട ജാതകം. ഇപ്പൊ 18ാമത്തെ വയസ്സ് പിള്ളേര് പോവാ, അത് ജാതകം നോക്കിയാണ്. ഇല്ല, ഇവർക്കൊക്കെ ഒരു ചിന്ത എന്താണ് ഇങ്ങനെ. പക്ഷെ നമ്മള് പോയി കഴിഞ്ഞ് എനിക്കൊന്നും കുറച്ചു പേരൊക്കെ നന്നായിട്ട് ജീവിക്കും. പക്ഷെ അത് എഡ്യൂക്കേഷൻ വേണം. ബുദ്ധിയില്ലാത്ത പ്രായത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവര് റിയലൈസ് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചാൽ അവർക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാതെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവരാലോചിക്കും, ഞാനൊന്ന് പഠിച്ചായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഒരു ഇൻകം കിട്ടിയ. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റില് നമ്മളൊരു പാർട്ണറിനെ കല്യാണം കഴിച്ചു, ആ പാർട്ണർ ഡൗൺ ആയി കഴിഞ്ഞാൽ ആ ആളെ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എന്തായാലും നമുക്ക് ആളെ സപ്പോർട്ട് ചെയ്യണം. ഒരു അറിവും ഇല്ല, ഒരു എഡ്യൂക്കേഷനായിട്ട് സ്കില്ലും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ഫാമിലി ബിൽഡ് ചെയ്യും? ഇന്നത്തെ കാലത്ത് രണ്ടുപേർക്കും ജോലി വേണം, ജോലി ഉണ്ടെങ്കിൽ ഒരു ഫാമിലി നടക്കത്തുള്ളൂ. പക്ഷെ എടാ എനിക്ക് തോന്നടാ ഈ പെൺപിള്ളേര് അല്ലെങ്കിൽ ഇവർക്ക് 26 27 വയസ്സ് കഴിയുമ്പോ പോകുമ്പോഴത്തേക്ക് ഇവർക്ക് റിയലൈസ് ചെയ്യും എന്തിനാണ് കല്യാണം കഴിക്കേണ്ട ആവശ്യം. അത് വീട്ടുകാർക്ക് അപ്പൊ അതുകൊണ്ടാണ് ഇവരെ നേരത്തെ വിളിച്ച് കെട്ടിച്ചു വിടുന്നത്. പക്ഷെ അത് എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്? ഇപ്പൊ ഞാൻ ഒരു പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്നാണ് അപ്പൊ നീ ഒരു ആൺകുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ അതിന്റെ ബേസിലാണ് ഈ പെൺപിള്ളേരെ പിടിച്ചത് 22 23 വയസ്സാകുമ്പോഴേ കെട്ടിച്ചു വിടുന്നത്. പക്ഷെ ഇന്ന് കുറക്കെ ചിന്താഗതി മാറി തുടങ്ങുന്നുണ്ട്. കാരണം എന്റെ കൂടെ പഠിച്ച ആരുടെയും കല്യാണം ഇതുവരെ ആയിട്ടില്ല. അപ്പൊ അവര് കുറച്ചും കൂടി ജോലി ആവട്ടെ, സെറ്റിൽ ആവട്ടെ. എന്നാലും പക്ഷെ വീട്ടിൽ നിന്ന് പുഷ് വരുന്നുണ്ട്, കല്യാണം കഴിക്കണ്ടേ, പിന്നെ കല്യാണം കഴിക്കണ്ടേ, പ്രായം ആവുമല്ലേ. ഞാൻ ചോദിച്ചിട്ടെ ഇതേപോലെ ആമ്പിള്ളേർക്ക് പുഷില്ല എന്താ? എടാ ആമ്പിള്ളേരുടെ കേസിലെന്ന് വരുമ്പോ ഇപ്പൊ പെൺപിള്ളേർ 22ാമത്തെ വയസ്സ് കല്യാണം കഴിക്കുവാണെങ്കിൽ കിട്ടുന്ന ചെറുക്കൻ എത്ര വയസ്സുണ്ടാവും? 28 29 വയസ്സുണ്ടാവും. അവൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി കാണും. പക്ഷെ നല്ല ചോദിക്കുക, ആ ആളുടെ ജോലി എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഇല്ല. അപ്പൊ ആ സമയം ആ പെൺകുട്ടി കുറച്ചും കൂടി എഡ്യൂക്കേറ്റ് ആണ്, ജോലി ഉണ്ടെങ്കിൽ ഞാൻ അതല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ്, ഓൾറെഡി അവര് മാരീഡ്, അച്ഛനും അമ്മയും, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മാരീഡായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അച്ഛൻ ഗൾഫിലും അതിന്റെ അമ്മ നാട്ടില് IT വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഉടനെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ഉടനെ പറഞ്ഞു, ജോലി കളഞ്ഞു പോയി നമുക്ക് നാട്ടിൽ നിൽക്കാന്ന്. പക്ഷെ അതൊരു കണക്കിന് നല്ലതായില്ലേ? ഒരു മാരേജ് ആയി കഴിഞ്ഞ് ഭർത്താവ് വേറെടുത്തും ഭാര്യ വേറെടുത്തും. പിള്ളേരുടെ കാര്യം ഇപ്പൊ എന്നെ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ നന്നായിട്ട് കാണുന്നതാ. കുട്ടികളുടെ രണ്ടുപേരുടെ കാര്യം നോക്കണം. അവിടെ ഇവര് ജീവിതകാലം മുഴുവൻ ഇപ്പൊ ഗൾഫ് ആണെങ്കിൽ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പെൺപിള്ളേരെ പെണ്ണുണ്ടെങ്കിൽ ആ കൊച്ചിനെയും കെട്ടിച്ചു വിട്ട് ഇളയ ചേക്കനുണ്ടെങ്കിൽ അവനെയും പഠിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ ലൈഫിന്റെ ഒരു ഭാഗം അവിടെ തീർത്തു. എന്നിട്ട് പിന്നെ നാട്ടിലേക്ക് വരുമ്പോ 10ന്റെ പൈസ ഇല്ലേ? അതാ വരുന്നത്. ഇപ്പം ഒന്നിച്ച് നിക്കണം പോലും അവർക്ക് ഇല്ല. കാരണം ചിലർക്ക് ഉള്ളതുകൊണ്ട് ചിലപ്പോ ജോലി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഓൾഡ് ജനറേഷനിൽ അച്ഛനും അമ്മയും എന്താ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം, കെട്ടിച്ചു വിടണം, അങ്ങനത്തെ ചിന്താഗതി ആയിരിക്കാം മേ ബി. ഇപ്പം ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ അത് അങ്ങനെ പറയാൻ ആ ആന്റിക്ക് ഒരു ജോലി ഉണ്ടായിട്ടല്ലേ. അതെ,
ഇല്ലെങ്കിൽ വീട്ടില് ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഒരു ആളാണെങ്കിൽ പറയുമോ നിങ്ങളിങ്ങി പോരും നമുക്ക് ഇവിടെ ജീവിക്കാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അവിടെ കിടന്ന മനുഷ്യ ഓലി എടുത്ത് പൈസ അയക്കണ്ടേ? കാരണം ഒരു കുട്ടി ഉണ്ടായ കുട്ടിയുടെ ആ 0 മുതലുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഒത്തിരി എത്രയോ സ്ട്രഗിൾ ചെയ്യണം. പ്രഷറിന്റെ മേളിൽ പ്രഷറായിട്ട് ഇങ്ങനെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റാതെ പ്രായമായി മരിച്ചുപോയി. പിന്നെ അത് തന്നെ നമ്മൾ കാണുന്നത്. നമ്മൾ പിന്നെ നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മുടെ സത്യം പറഞ്ഞാൽ എല്ലാരും പറയാം എന്റെ റോൾ മോഡൽ ഇന്ന ആളാണ്. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റോൾ മോഡൽ നമ്മുടെ പാരന്റ്സ് ആണ്. അവരുടെ ഒരു തമ്മിലുള്ള ഇന്ററാക്ഷനും ഞാൻ പറയട്ടെ, ഒരു പേരൻസ് ലവ് ചെയ്യുന്ന നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട് അവര് ലവ് ചെയ്യാത്ത? അവര് ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടു വളരുന്നത്. നമ്മള് എവിടെ അത് കാണുന്നത്? ടിവിയില്. പക്ഷെ നമ്മുടെ പേരൻസ് ഇങ്ങനെയാണെന്നും കെയർ ചെയ്യുന്നത്. ഇപ്പൊ കൃഷ്ണകുമാറിന്റെ ഫാമിലി ഞാൻ സത്യം പറഞ്ഞ ആലോചിക്കും എന്ത് ഇതായിട്ടാണ് അവര് പേരന്റ് ആ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്. പല കാര്യങ്ങളും ഒരു പ്രശ്നം ഉണ്ടായപ്പോ തന്നെ കണ്ടില്ല എന്ത് ഇതായിട്ടാ പറയുന്നത്. വേറെ വലിയൊരു ആയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെയോ അല്ലെങ്കിൽ വേറെ ഇങ്ങനെ നീ നോക്കാതെ നടത്താതെ ഓരോരുത്തരെ പിടിച്ച് കയറ്റി ചിലപ്പം നമ്മളെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത്. അത് നമ്മുടെ വീട്ടില് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ പുറത്തുനിന്ന് നമ്മുടെ ഫാമിലി റിലേറ്റീവ്സോ അല്ലെങ്കിൽ വീട്ടുകാരായാലും അവനങ്ങനെ ചെയ്ത് നിങ്ങൾ എത്ര പേര് നമ്മുടെ ഒരു ഫോൾട്ട് തന്നാ എടാ കുഴപ്പമില്ല ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയാൻ ഒരു ബാക്ക് സപ്പോർട്ട് ആരുമില്ല. 1-2 പേരെങ്ങാനും ഇത് വരും. അല്ലാതെ വേറെ ആരും നമ്മുടെ ഇതിൽ സപ്പോർട്ട് ചെയ്തില്ല. അപ്പം ഇതില് നമുക്ക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഇതിനെല്ലാം പിടിച്ചേറാൻ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പറ്റും. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ മാത്രമല്ല സ്കില്ലുണ്ടെങ്കിൽ എവിടെ നമുക്ക് കയറി പറ്റാൻ പറ്റും എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പോയിട്ട് ഡിഗ്രിയും PGയും എന്തുവാ എല്ലാം എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കമ്പനിയിലോട്ട് കയറി ചെന്ന് എനിക്ക് ആരും ജോലി കിട്ടില്ല. ഞാൻ ഒരു ഇടയ്ക്കൊരു ന്യൂസില് എന്റെ അമ്മ വായിച്ചത് എന്റെ അടുത്ത് പറഞ്ഞതാ. ആ കുട്ടിക്ക് ഒരുപാട് PhD എന്തോ ഉണ്ട്, നല്ല ഹൈ സ്കോർ മാർക്കുണ്ട്, പക്ഷെ കമ്പനിയും ജോലി കിട്ടുന്നില്ല. അവിടെ എന്താ സ്കില്ലില്ല. പഠിക്കാൻ സ്കില്ലുണ്ടായിരിക്കും. പക്ഷെ ആ പഠിക്കാനുള്ള സ്കില്ല് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയൻ അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം എവിടെ ചെന്നാലും നമ്മൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ചെയ്യും. പക്ഷെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അത് നമ്മള് ഏത് കാര്യത്തിലും നമ്മൾ ആദ്യം ചിലപ്പോൾ നമ്മൾ എഡ്യൂക്കേഷനിൽ പുറകെ പോയെങ്കിലും നമുക്ക് എക്സ്ട്രാ ഒരു കരിക്കുലർ ആക്ടിവിറ്റിയിലും സ്കില്ല് ഡെവലപ്പ്. എനിക്ക് തോന്നുന്നു ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടി ആദ്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്തെടുക്കണം, എനിക്ക് IT വേണം. അപ്പൊ ഐടിയിൽ പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാതായി പോകൂടാ. അല്ലെങ്കിൽ അവർ സ്വയമേ അത് കണ്ടുപിടിക്കാൻ ഇറങ്ങണം. അല്ലെങ്കിൽ എടാ ഇപ്പൊ തന്നെ വീട്ടുകാരുടെ ചിന്ത എന്താ, ഇവനെ കോളേജ് വേണം, കോളേജിൽ പോയില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നൊക്കെ ചിന്തിക്കുന്നു. അവന് 18 വയസ്സല്ലേ ആയുള്ളൂ, അവന് എടുക്കട്ടെ, 1 വർഷം ഇരിക്കട്ടെ. അല്ലെങ്കിൽ 1 വർഷം വെയിറ്റ് ചെയ്തിട്ട് അവനോട് പറയാം നീ എൻട്രൻസ് എന്താന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യുന്ന പക്ഷെ അതിപ്പം നേരെ തിരിഞ്ഞു മാറി. പിള്ളേരെ 10ാം ക്ലാസ് തൊട്ട് എൻട്രൻസ് പഠിപ്പിക്കുക. അതങ്ങനെയുണ്ട്. വീട്ടുകാർ അതും പുഷാണ്. 10ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ്സിൽ സ്കൂളിൽ പോകണം, ട്യൂഷന് പോകണം, എൻട്രൻസിന് പോകണം. ഇത് 3 ഹാൻഡിൽ ചെയ്തിട്ടാണ് എത്ര സൂയിസൈഡ് കേസാണ് ഇപ്പൊ വരുന്നത്. ഇപ്പൊ കുട്ടികൾ ഇപ്പൊ പലരും ഒരു ബ്രേക്കപ്പ് എന്ന് പറയുമ്പോ തന്നെ സൂയിസൈഡ് ചെയ്യുന്ന കാലം. അല്ല ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോ അവർക്ക് അത് പേടിയാണ്. അവർക്ക് എന്തെങ്കിലും നാട്ടുകാർ കളിയാക്കുവോ വീട്ടുകാർ കളിയാക്കുവോ, ഒരു A+ പറഞ്ഞാൽ സൂയിസൈഡ്. എന്താ അത്? അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല. പോട്ടെ നമുക്ക് അടുത്ത് നോക്കാം, അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അല്ല ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ A+ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു കമ്പനി കൊടുത്തു കഴിഞ്ഞാല് അവര് ജോലി വരും എന്നുള്ള ചിന്തയായിരിക്കാം. പല പേരൻസിനും അറിയത്തില്ല ഇതൊന്നും അല്ല റിയാലിറ്റി എന്നുള്ളത്. എടാ എനിക്കറിയാവുന്ന പലരും ഉണ്ടോ 10ാം ക്ലാസ് ഫുൾ A+ഉം +2 ഫുൾ A+ഉം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്? എടാ എനിക്ക് ജോലി കിട്ടുന്നില്ലടാ, അവർക്ക് ജോലിയില്ല, എന്നാ ചെയ്യാൻ പറ്റും? +2 പല പേരൻസിനും അറിയത്തില്ല. കാരണം പല പേരൻസ് എന്റെ മോന് ഫുൾ A+ ഉണ്ട് കേട്ടോ, മോന്റെ റിസൾട്ട് തന്നോ എന്തായി, അങ്ങനെ വിളിച്ചു ചോദിക്കുന്ന പേരൻസ് ഉണ്ട്. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, 10ാം ക്ലാസ് മാത്രമല്ല +2 ഫെയിൽ ആയിപ്പോയി. ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോ അവൻ എയർപോർട്ടിൽ ജോലി കിട്ടി. ആ 10ാം ക്ലാസ്സിന്റെ ബേസ് ചെയ്തിട്ട് നല്ല പോസ്റ്റാ. പക്ഷെ അത് ഞാൻ പറഞ്ഞ പല പേരൻസിനും അതിന്റെ റിയാലിറ്റി അറിയത്തില്ല. ഫുൾ A+ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയതാണ്. പക്ഷെ അതിന്റെ മോശമായിട്ടല്ല പറഞ്ഞേ, നല്ലതാണ്. പക്ഷെ പലയിടത്തും ഇപ്പൊ തന്നെ നമ്മുടെ റോഡിലൊക്കെ വെച്ചേക്കുന്നതാണ് 98%. പക്ഷെ അതില് പലരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യും.
പേരൻസ് അയ്യോ എന്റെ കുഞ്ഞിനത് കിട്ടിയില്ലല്ലോ, ആ. എന്തിനാണ് ഈ റോഡിലൊക്കെ ഇവരുടെയൊക്കെ ഫ്ലെക്സ് വെച്ചേക്കുന്ന ആവശ്യം? എനിക്കറിയത്തില്ല. ഇപ്പൊ ഞാൻ അറിയട്ടെ, നമ്മള് ചില കാര്യത്തില് ഫ്ലെക്സ് വെച്ചോട്ടെ, ആ എന്തിന് മാർക്ക് മെൻഷൻ ചെയ്യണം? അതെ. നമ്മള് അവർക്ക് പഠിച്ച് ജയിച്ചതിനൊരു പ്രോത്സാഹനമായിട്ട് ചില കുട്ടികൾക്ക് ആവാം. എടീ ഫ്ലെക്സ് വെക്കുന്ന പൈസ മതിയല്ലോ, അവർക്ക് എന്തെങ്കിലും ബുക്കോ സാധനങ്ങളോ, അത് അവിടെ നിന്ന് നടക്കുന്നില്ലല്ലോ. തീരുന്നില്ല അവരുടെ പഠിത്തം, മുമ്പോട്ട് വരുക, ഇല്ല, അന്ന് ആ പൈസ അവർക്ക് കൊണ്ട് കൊടുക്കുക. അതില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ അവിടെ തന്നെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഉം, അതില് കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ മാത്രമേ അത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഉം, അതില് എത്ര കുട്ടികൾക്ക് A+ ഉണ്ട്, ഉം. എത്ര പെർസെന്റേജ് ഉണ്ട്, ഇതൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഇത്രയും കുട്ടികൾ ഞങ്ങളുടെ എന്തോ ആ ഇതില് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞേ എടാ വെച്ചിട്ടുള്ളൂ. അവിടെ കൂടെ നിർത്തുന്നില്ല, ഇല്ല. നോട്ടീസ് അടിക്കുക, ആ നോട്ടീസ് കൊടുക്കുക. അത് ട്യൂഷൻ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ആ അങ്ങനെ അടിച്ചങ്ങ് ഇറക്കും. ഞാൻ പഠിച്ച സമയത്തൊക്കെ നമ്മുടെ പത്രത്തിന്റെ അടിയിലൊക്കെ വരും, ആ ഇത്ര പേർക്ക് കിട്ടി. ഓക്കെ, നമ്മള് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഫോണിലൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന പോലെയാണ് ഈ നോട്ടീസ് അടിക്കുന്നത്. ഞാനിലേക്ക് ട്യൂഷൻ ക്ലാസ് ഒക്കെ അടിച്ചിറക്കുമല്ലോ, അപ്പൊ എന്തോ ട്യൂഷൻ ക്ലാസ്സും കൊണ്ട് നിൽക്കുന്നില്ല, സ്കൂളിന്റെ സൈഡിൽ നിന്ന് വേറെ. ചില സ്കൂളിലൊക്കെ കണ്ടിട്ടില്ല, ആ സ്കൂൾ കവർ ചെയ്യുന്ന അത്രേ ആൾക്കാരുടെ അങ്ങ് ഫോട്ടോ വയ്ക്കും. എനിക്ക് തോന്നുന്നു ഈ സ്കൂൾ ഞാൻ പഠിച്ച സമയത്തുണ്ടല്ലോടാ, ഇപ്പോ വേറെ സ്കൂളിൽ നിന്നായിരിക്കും ഇങ്ങോട്ട് ടീച്ചർമാർ വരുന്നത്, ഇവിടുന്ന് ആയിരിക്കും അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ചില ടീച്ചർമാർ എക്സാമിനോ? ആ അപ്പൊ നമ്മൾ ചില ടീച്ചർമാർ ഇങ്ങോട്ട് വരുമ്പോ ഇവർക്ക് കോമ്പറ്റീഷൻ ഉണ്ടാ. അപ്പൊ ഇവിടുത്തെ ചില ടീച്ചർമാർ വരുമ്പോ പറയും ഒന്ന് അയഞ്ഞു കാരണം പിള്ളേര്, കാരണം ഇവർക്ക് കോമ്പറ്റീഷൻ ഉണ്ട് പിള്ളേര്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു സാറ് പറഞ്ഞു ഇത്രയും സ്ട്രിക്റ്റ് ആവാൻ പാടില്ല, ഞങ്ങളെ ടീച്ചർമാർ അങ്ങോട്ട് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത് ഇവർക്ക് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അതൊക്കെ ഞങ്ങളുടെ അവിടെ. എന്നിട്ട് ഇങ്ങനെ പറയുന്ന ഒരു ടീച്ചർ എന്തുവാ സാറിനോടൊന്ന് പറയണം കേട്ടോ, ഞാൻ സ്ട്രിക്റ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പൊ പക്ഷെ പിള്ളേരെ ഭാവിയാണ് അവിടെ പോകുന്നത്. കൂപ്പിടിക്കും പിള്ളേര് A+ വാങ്ങിക്കും, പക്ഷെ മുമ്പോട്ട് പോകുമ്പോ പക്ഷെ എന്തിനാണ് അങ്ങനെ? പക്ഷെ എന്റെ ഒരു ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഗവൺമെന്റിലൊക്കെ ആണെങ്കിൽ ഓൾ പാസ് സിസ്റ്റം നിർത്തി. ഇപ്പോഴാണ് നിർത്തി. ഇപ്പൊ നിർത്തി. അതുപോലെ തന്നെ ഇപ്പൊ എനിക്കൊന്ന് കഴിഞ്ഞ വർഷം തൊട്ട് ടെക്സ്റ്റ് ബുക്ക് മാറ്റാം. അത് എനിക്ക് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ, എത്ര പേരെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. അത് തോൽപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് മാറി, കാരണം അവര് കുറച്ചുകൂടി കേപ്പബിലിറ്റി, അവന് കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആയി. പക്ഷെ നീ പിന്നെയും 10ാം ക്ലാസ്സിലൊക്കെ പ്രോഗ്രാം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഞാൻ തൊട്ടിട്ടില്ല അത്, കാരണം പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ അവിടെ ഇല്ല. എന്നെ പഠിപ്പിച്ച ഹിന്ദി ടീച്ചറായിരുന്നു, ടീച്ചറിന് വലുതായിട്ട് അറിയത്തില്ല. അതിനകത്ത് പ്രോഗ്രാം ആയിട്ടൊന്നുമില്ല, അത് മറ്റേ എന്തോ കപ്പ് ഉണ്ടാക്കുക, അങ്ങനത്തെ ഡിസൈൻ ബേസ് ഒക്കെ ഉണ്ടാകുക, അങ്ങനത്തെ എന്തൊക്കെ ടാസ്ക് ഉള്ളായിരുന്നു. ഞങ്ങള് പഠിക്കുമ്പോ എന്താ നമ്മളെ ബേസിക്സ് ഉണ്ടായിരുന്നു, ഹാഷ് ഇൻക്ലൂഡ് stdio.h അതൊക്കെ പറയുമായിരുന്നു. അതൊക്കെ കുറച്ചൊക്കെ അറിയായിരുന്നു. പക്ഷേ നമ്മളതില് നമ്മൾ ആ പ്രായത്തിൽ ചിന്തിക്കുന്നില്ല മുന്നോട്ട് നമുക്ക് ഇത് വേണം, നമ്മുടെ കരിയർ ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർ കൂടുതലും 10ാം ക്ലാസ് കഴിയുമ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ടാവും അതിൽ നിന്ന് ലേൺ ചെയ്ത് മുമ്പോട്ട് വരാം. പലരും അങ്ങനെയുണ്ട്, ഇത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നവർക്ക് ഏറ്റവും. പക്ഷെ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് എനിക്കൊന്ന് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുക. നിങ്ങൾക്ക് ഡിഗ്രി വേണ്ട, നിങ്ങൾക്ക് +2 മതി. പക്ഷെ അവിടുത്തെ റിയാലിറ്റി എന്താന്ന് വെച്ചാൽ ഞാൻ പോയ ഒരാളാ, അവിടുത്തെ റിയാലിറ്റി എന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോടാ, അവിടെ പിള്ളേരെല്ലാം പോകും കേട്ടോ, അവിടുത്തെ ഒരു ഫ്യൂമിഗേഷൻ ഉണ്ട്. അപ്പൊ ഈ 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊരു ഇതുണ്ടായി 1 വീക്ക് എന്തോ, അത് കഴിയുമ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ടെസ്റ്റ് എഴുതി പാസ്സായാൽ മാത്രമേ എൻട്രി ഉള്ളൂ എന്ന് വെച്ചിട്ട് അവിടെ ആരും നമ്മളെ എഴുതി പഠിപ്പിക്കത്തില്ല. നമ്മൾ സ്വയമേ സെൽഫ് ലേൺ ചെയ്ത് മുമ്പോട്ട് വരികയെന്നാ. പക്ഷെ എന്തിനാണ് സ്വയമേ സെൽഫ് ലേൺ ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും രൂപ കൊടുക്കേണ്ട ആവശ്യം? ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് വീട്ടിൽ ഇരുന്ന് പഠിച്ചാലും കയറാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എനിക്ക് ആ പ്രോട്ടോടൈപ്പ് പോയ സമയത്ത് എക്സാം ടൈമിൽ ഭയങ്കരമായിട്ട് ഫീവർ വന്ന് എൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് എന്നെ കിടക്കുമായിരുന്നു വയ്യാണ്ട്. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ച് പറഞ്ഞു എനിക്കാണെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരാമോ, നെക്സ്റ്റ് ഇതിലേക്ക് ബാച്ചിലേക്ക് ഞാൻ എക്സാം എഴുതാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറയുക അയ്യോ അത് പറ്റത്തില്ല, അത് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇനി സെക്കൻഡ് എക്സാം എഴുതുന്നെങ്കിൽ പൈസ വീണ്ടും അടയ്ക്കണമെന്ന്. ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാത്ത, ഞാൻ പറഞ്ഞു ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ, എനിക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നാൽ മതി. അങ്ങനൊന്നും പറ്റത്തില്ല ഇവിടെ എന്ന് വെച്ചാൽ ഈ പ്രോട്ടോടൈപ്പിൽ പോകുന്നവൻ ഹെൽത്ത് കളഞ്ഞിട്ട്, അവന് ചത്താലും കുഴപ്പമില്ല, ഹെൽത്തും കളഞ്ഞിട്ട് അവിടെ പോകാൻ റെഡി ആണെങ്കിൽ ഓക്കെ, അതാണ് അവർ ചെയ്യുന്നത്. പനി വന്നാലോ ഇത് വന്നാലോ നിങ്ങൾക്ക് മീൻസ് ഹെൽത്ത് നോക്കാത്ത ഒരാൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പ്രോട്ടോടൈപ്പ്. പക്ഷെ അവര് എനിക്കൊരു വീട്ടിലിരുന്ന് സെൽഫ് ലേൺ ചെയ്യാൻ പറ്റുന്നവനൊന്നും പ്രോട്ടോടൈപ്പ് ആവശ്യകതയില്ല. അങ്ങനൊക്കെ പ്രോട്ടോടൈപ്പിന്റെ വീഡിയോസ് പ്രോട്ടോടൈപ്പ് മാത്രം കൊണ്ട് നിൽക്കുന്നില്ല, വേറെ ഉണ്ടല്ലോ. എടാ വിറ്റ് ഈ പ്രോട്ടോടൈപ്പിൽ നിന്ന് പാസ്സാവാത്ത പകുതി 3/4 പേരും പോകുന്ന സ്ഥലം ഏതാണെന്ന് അറിയാം, ലൂമിനാറ. ഈ പ്രോട്ടോടൈപ്പിൽ നിന്ന് പാസ്സാവാത്ത ഒരു കൂട്ടം ആൾക്കാർ നേരെ പോകുന്ന ലൂമിനാറിലോട്ട് അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട്.
അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ കൊച്ചി ഇപ്പൊ നമ്മള് കൊറേ റീലൊക്കെ എടുത്തുമ്പോ നമുക്ക് കാണാൻ പറ്റും കൊച്ചി ഒരു ലൂപ്പാണെന്ന് അല്ലെ. അതെ അതെ. എന്തുകൊണ്ടാ 6 മാസം കോഴ്സ് എടുത്തിട്ട് കൊച്ചി ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കും. പക്ഷെ ഈ കൊച്ചി ഇതിലോട്ട് വരുന്ന ഈ 6 മാസം കോഴ്സ് ബേസ് ചെയ്താണ് മിക്ക കുട്ടികളും. പക്ഷെ അതിനകത്തിൽ പെട്ടുപോയിട്ട് ജോലി, പക്ഷെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം ഇങ്ങനെ ഇടുന്നുണ്ടാ ഇനി. പക്ഷെ ഈ പറയുന്ന പ്രോട്ടോടൈപ്പിൽ കിട്ടുന്നുണ്ട് ജോലി. ആ രീതിയിൽ അവരെ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ഇരിക്കുന്നതുകൊണ്ട് അത് കിട്ടുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തിനാണ് ഒരു മനുഷ്യൻ ഹെൽത്തും കളഞ്ഞ്. എനിക്ക് നമുക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ ഹെൽത്ത് ആണ് ഇമ്പോർട്ടൻസ്. ഹെൽത്ത് കളഞ്ഞിട്ട് കുത്തിയിരുന്ന് ഇത് ചെയ്തിട്ട്, പക്ഷെ അവിടെ നിന്നുള്ള എനിക്ക് തോന്നുന്നില്ല. മറ്റേ നിഖിൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇതിനെ പറ്റി അറിയാം. എൻ്റെ അടുത്ത് ഭയങ്കര പ്രൗഡായിട്ടാണ് സംസാരിച്ചത്. ഹെൽത്ത് ഉണ്ടെങ്കിലും എന്താ, പനിയാണെങ്കിൽ ഇവിടെ വന്ന് എഴുതിയാലേ പറ്റത്തുള്ളൂ, വന്ന് എഴുതിയിട്ട് പോകും. ഞാൻ എന്താ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എന്നോട് പറയാം അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, പനിയാണെങ്കിലും ഇതാണെങ്കിലും നിങ്ങൾക്ക് വന്ന് എഴുതണം, എക്സാം എഴുതിയിട്ട് വെക്കുക എന്നുള്ള രീതി. എനിക്ക് ശരിക്കും ഇതായി. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരനോട് അത് പറയണമെന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ ചില മേ ബി അവർക്ക് പുഷ് കൊടുക്കുന്നുണ്ടായിരിക്കാം, എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ പ്രോട്ടോടൈപ്പിൽ ഫിമിഗേഷന് പോകുന്ന ഒരു 100 പേരാണ് ഫിമിഗേഷൻ കംപ്ലീറ്റ്ലി മാറ്റി അവര്. അങ്ങനെ എന്തോ കുറെ അപ്ഡേഷൻസ് ഒക്കെ വരുത്തി. എനിക്ക് ആ കാര്യത്തിൽ ഹെൽത്ത് കളഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോകേണ്ട കാര്യമില്ല. പിന്നെ ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കാം. വീട്ടിൽ നല്ലൊരു എൻവയോൺമെന്റ്, അല്ല ഞാൻ പോകുന്ന സമയത്ത് ഇവര് പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ടോ എനിക്ക് ഡൗട്ട് ആയിരുന്നു. എനിക്കൊന്ന് ഇപ്പോഴും പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അന്നത്തെ ടൈമിൽ നമ്മൾ സ്വയമേ കണ്ടുപിടിക്കണം. പക്ഷെ ഇവരുടെ കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ പിള്ളേർക്ക് അല്ല, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും പല ഒരു ബിസിനസ് ഏരിയ മീൻസ് ഈ എഡ്യൂക്കേഷന്റെ ഡിപ്പാർട്ട്മെന്റ് എടുത്ത എല്ലാ സക്സസ് റേറ്റ് ആണ് ശ്രദ്ധിക്കുന്നത്. അതില് ഫെയിലിയർ റേറ്റ് ഉണ്ട്. പിന്നെ ആരും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ പോലും അവിടെയും ജോലി കിട്ടാത്ത അനവധി പിള്ളേരുണ്ട്. അവരെ പുറത്തോട്ട് വരുന്നില്ല. പക്ഷെ അവരുടെ ഇൻസ്റ്റഗ്രാമോ ലിങ്ക്ഡിനോ അങ്ങനെ എടുത്ത് നോക്കുമ്പോ ഇന്നാൾക്ക് ഇന്നടത്ത് ജോലിയായി, ഇന്നാൾക്ക് ഇന്നടത്ത് ജോലിയായി. പക്ഷെ ഇതിലും ഒരു ബാച്ചിൽ ഒരു 12 പേരുണ്ടെങ്കിൽ അതിൽ ചിലപ്പോ 1-2 പേരെ പ്ലേസ്ഡ് ആവുന്നുള്ളൂ. പക്ഷെ ഈ ഒരു ലൂപ്പിൽ പാവപ്പെട്ട പിള്ളേരാണ് പോയി പെടുന്നത്. ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാത്തോണ്ടായിരിക്കാം. ഇവര് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ഇത്ര ലക്ഷം രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിച്ചില്ല. പക്ഷെ 100 പേർക്ക് അത് കിട്ടുന്നത് 99 പേർക്കും കിട്ടത്തില്ല. അപ്പൊ ഈ പോസ്റ്റ് ഇടുന്നത് ചിലപ്പോ കിട്ടിയ ഒരാൾക്കായിരിക്കും. പക്ഷെ ഒരിടത്ത് പോയി ആൾക്ക് ഒരു മന്ത്ലി ഒരു 60,000 കിട്ടിയെന്ന് വെച്ചോ, പക്ഷെ അടുത്ത ഒരാൾക്ക് പ്ലേസ്ഡ് ആവുന്നത് 10,000 ആയിരിക്കും. അതാരും ചിന്തിക്കുന്നില്ല. നമ്മൾ ഓരോ റിയാലിറ്റിയിൽ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാ. ഞാൻ പലരെയും കണ്ടു. ഇപ്പൊ അതുപോലെ തന്നെ പലരും ചെറിയ കാശിന് വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നില്ല. എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യാൻ തയ്യാറാണ് അവര്. അല്ല, മീൻസ് എക്സ്പീരിയൻസ് ഉള്ളവര്. എക്സ്പീരിയൻസ് ഉള്ളവര് തയ്യാറാവത്തില്ല. ഫ്രഷർ എന്ന് പറഞ്ഞാൽ വെറും 3 മാസം 1000 രൂപ കൊടുത്താലും വർക്ക് ചെയ്തോളൂ. ചെറിയ ഫ്രഷർ എന്നുള്ള നിലയിൽ അവര് ചെറിയ ശമ്പളത്തിൽ ഇത് മുതലെടുക്കുന്ന കമ്പനീസ് ഉണ്ട് നന്നായിട്ടുണ്ട്. പക്ഷെ ഞാനൊരു റിക്രൂട്ട് ചെയ്യുന്നോണ്ട് പറയാണ്, പലരുടെയും റെസ്യൂമെ കണ്ടു കഴിയുമ്പോ ഓക്കെ നമുക്ക് ഇയാളെ പ്രൊസീഡ് ചെയ്യാം എന്ന് പറഞ്ഞ് പോയി ഇന്റർവ്യൂ എടുത്തിട്ട് 30-40 ഇന്റർവ്യൂസ് പിള്ളേരെ എടുത്തിട്ടുണ്ടല്ലേ. അവർക്ക് സ്കില്ലില്ല, പക്ഷെ റെസ്യൂമെ അടിച്ചു വിട്ടേക്കും. ചിലർക്ക് ചില പ്രൊജക്റ്റ് ഒക്കെ പറയുമ്പോ നമുക്കറിയാം, നമ്മൾ അതിന്റെ ഡീപ്പായിട്ട് ഏതെങ്കിലും ഇപ്പൊ ML ബേസ്ഡ് ആണെങ്കിൽ എന്തെങ്കിലും ഡാറ്റ സെറ്റിനെ പറ്റി ചോദിച്ചാലോ ഒന്നും കുട്ടികൾക്ക് അറിയത്തില്ല. എല്ലാരും പുറത്തു കൊടുത്താണ് ചെയ്യുന്നത്. ഇപ്പം MCA ഒക്കെ നമ്മൾ സിംഗിൾ പ്രൊജക്ട് ഇൻഡിവിജ്വൽ ആണ്, സിംഗിൾ ആയിട്ടാ. മേ ബി പല കോളേജിൽ അവർ പുറത്തു പോയാ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ PG പഠിച്ച സമയത്ത് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു, എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ, അല്ലെങ്കിൽ തന്നെ ചെയ്യാം, തന്നെ പ്രൊജക്ട് ചെയ്യും. അപ്പൊ എന്തോ നമ്മള് ഒരു റിവ്യൂ ചെയ്യുമ്പോ അവരെടുത്തിട്ട് കൊന്ന് നമ്മള് അടപ്പ് പറപ്പിക്കും, അപ്ഡേഷൻസും കുറെ പറയും. പക്ഷെ ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോ പലരും നമ്മുടെ കരിയറിൽ ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമുക്ക് പാസ് ആവാൻ ഏറ്റവും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടുന്ന സാധനമാണ് നമ്മുടെ പ്രൊജക്ട്. ആ പ്രൊജക്ട് പുറത്തു കൊടുത്ത് ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് ആ പ്രൊജക്ട് ഉണ്ടെങ്കിൽ നോളജ് ഇല്ല, ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അക്ഷരം അറിയത്തില്ല. ഇവർക്ക് അങ്ങ് കൊടുക്കുവാടാ അതിനെ. ഞാൻ ആലോചിക്ക, എന്നാലും പോയി പൈസ 20,000-30,000 രൂപ കൊടുത്താൽ ഈ പ്രൊജക്ട് എടുക്കുന്നത്. എന്താ പ്രൊജക്ട് പ്രൊജക്ട് എന്താ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് മാത്രമേ. ഒരു ബിടെക്കിനൊക്കെ ഇപ്പൊ 4-5 പേരെ കൂടിയായിരിക്കും. അപ്പം ആ ഒരാൾക്ക് വേണ്ട കാര്യങ്ങൾ ഒക്കെ പഠിച്ചു വെക്കും, ബാക്കി എന്താണ് പ്രൊജക്ട് ചെയ്യുന്നത് ആരും പഠിക്കത്തില്ല. ഞാൻ ഇന്റർവ്യൂ എടുത്ത് പലർക്കും ആ പ്രൊജക്ട് സ്കില്ല്, ഇപ്പൊ ഒരു ലാംഗ്വേജ് പൈത്തനെ ചോദിക്കുക, നീ പൈത്തനെ പറ്റി വലുതായിട്ട് അറിയത്തില്ല, പോട്ടെ നമുക്ക് അവരെ വിടാം.
പഠിച്ച സാധനം ചോദിച്ചിട്ട് അവർക്ക് അറിയത്തില്ല. എടാ ഇവര് ഈ പിള്ളേര് സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നില്ല. ശരിക്കും ഇപ്പൊ ജൂനിയർ ഡെവലപ്പേഴ്സിനെ കമ്പനിക്ക് ആവശ്യമില്ല. ഇല്ല. എന്തിനാണ് ഒരു ജൂനിയർ ഡെവലപ്പറിനെ അവിടെ ഹയർ ചെയ്യുന്ന ആവശ്യം? ഇപ്പൊ ചാറ്റ് ജിപിടി ഉണ്ട്. ഉണ്ട്. ഒരു ജൂനിയറിനെ എന്തിനാ ഒരു കമ്പനി എടുത്ത് ഇപ്പം ഹയർ ചെയ്ത് അവിടെ കൊണ്ടുവെക്കുന്നത്? വേണ്ടുന്ന കാര്യങ്ങൾ ChatGPT കൊടുത്ത പക്കയായിട്ട് ഇത് ആ കിട്ടും. ഒരു പിന്നെ ഒരു കുറച്ച് സീനിയർ സെക്യൂരിറ്റിയുടെ സീനിയർ വ്യത്യാസമുണ്ട്. ഡെവലപ്പറിന് ഒരിക്കലും ഒരു ജൂനിയറിന്റെ ആവശ്യമില്ല. പക്ഷെ അസോസിയേറ്റിന് ആവശ്യമുണ്ട്. പക്ഷെ അസോസിയേറ്റ് എന്താണ്, എന്തെങ്കിലും സ്കില്ല് വേണം. ആണ്. എന്ന് വെച്ചാൽ സീനിയർ ഡെവലപ്പർ വന്ന് അടമോനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് ഒരു കമ്പനി പറഞ്ഞു കൊടുക്കത്തില്ല. ഇല്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞ പലർക്കും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അത് പല കുട്ടികൾക്കും അറിയത്തില്ല. അവര് കാരണം ഞാനും ആ സിറ്റുവേഷനിലൂടെ കടന്നു പിള്ളേർ പോയതാണ്. ഒരിക്കലും റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല യഥാർത്ഥത്തിലുള്ള. അല്ല നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണ് ഓരോരുത്തരുടെ ഓരോ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നത്. ചിലർക്ക് അറിയത്തില്ല, എനിക്ക് ചിലർക്ക് ഇപ്പോഴും കോൺഫിഡൻസ്. ചിലരിപ്പോ നമ്മുടെ ടെക്നിക്കൽ റൗണ്ട് ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആണോ ഇന്നതാണോ അവർക്ക് കൺഫേം അല്ല, ഒരു കോൺഫിഡൻസ് അല്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, എന്തെങ്കിലും അറിയുന്നത് ഇതാണോ ഉദ്ദേശിച്ചത്. അറ്റ്ലീസ്റ്റ് ഒരു ഡാറ്റ ടൈപ്സ് പോലും നമ്മൾ അതൊക്കെ ബേസിക് ആണ് ഒരു ലാംഗ്വേജിനെ പറ്റി. അത് ചെയ്യുമ്പോൾ ഇന്നതൊക്കെയാണോ നിന്നോട് പൈത്തൺ കഴിക്കുന്നെ ആ, ലിസ്റ്റ് ഡാറ്റ ടൈപ്പ് ആണോ, ആ, ലിസ്റ്റ് ആണോ മിസ്സേ, ഈ ഡിക്ഷണറി ആണോ മാം, ആ. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ. അതായത് അതുപോലും അറിയാത്ത കുട്ടികളാണ്. അപ്പൊ ഇവരെ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്ത് പിന്നെ നമുക്ക് കമ്പനിക്ക് അത് എഫേർട്ട് അല്ലേ, ടൈം എടാ പക്ഷെ വേസ്റ്റ് അല്ലേ. ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയോ? MCA. MCയും BCയും ഇവരുടെ BTech ക്വാളിഫിക്കേഷൻ MCA, BCA, BTech. BTech ചില MSc ഉണ്ട്. ഇവർക്ക് പാസ്സുമാണ്. 2024 ഒക്കെ പാസ് ഔട്ട് ആണ്, 25 ഒക്കെ. അപ്പം ഒന്ന് ആലോചിക്കുക, ഇപ്പൊ പിള്ളേർക്ക് അതിനുള്ള ക്വാളിറ്റി കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നല്ല കോളേജിൽ നിന്ന്. കോളേജിൽ നിന്ന് അതാ പറഞ്ഞ കോളേജിൽ നിന്ന് കിട്ടുന്നില്ല. നമ്മൾ ജസ്റ്റ് പാസ് ആവാനുള്ള റിസൾട്ട് വരുമ്പോ കുറച്ച് പേരുണ്ട് പാസ്സായോ ഓക്കെ. ചിലർക്ക് എത്ര ഉണ്ടോ CGPA, എനിക്ക് 8 ഉണ്ട്. പക്ഷെ ചില പിള്ളേരുണ്ടല്ലോ ഇവർക്ക് കേറുമ്പോഴേ ഒരു പൊസിഷനിലേക്ക് എത്തണമെന്ന് ആഗ്രഹം. അവർ സ്റ്റാർട്ട് ചെയ്യുക സെൽഫ് ലേൺ. നമ്മുടെ ആശിഷ് അവരൊക്കെ സ്റ്റാർട്ട് ചെയ്തു കൊറോണ ടൈമിൽ കുത്തിയിരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നല്ല പൊസിഷനിനകത്ത് കയറിയവൻ. അപ്പൊ അതാ പറയുന്നത്, നമ്മള് ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല. അത് എന്തുവാ ഒരു ഡ്രീം വെക്കുക. ഏതാ എന്തെങ്കിലും ഒരു ഡ്രീം വെക്കുക. ഇപ്പൊ എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം, അറ്റ്ലീസ്റ്റ് അങ്ങനെ ആയവരുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പൊ ഉണ്ട്. ലിങ്ക്ഡിനിൽ പോയി സംസാരിക്കുക. ലിങ്ക്ഡിൻ അതുപോലെ തന്നെ ടെക് ഇവന്റ്സിനെല്ലാം പോവുക, പോയി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കൊച്ചി കൂടുതലും കോഴ്സുകൾക്ക് എല്ലാവരും അറ്റ്ലീസ്റ്റ് എടാ ഏതെങ്കിലും കോളേജിൽ നിന്ന് അവരോട് പറയാം നിങ്ങൾ ഈ ടെക് ഇവന്റ്സിന് പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജ് നടത്തുക ടെക് ഇവന്റ്സ്. അതുമില്ല. ഇപ്പൊ നമ്മള് അറ്റ്ലീസ്റ്റ് നമ്മള് ഈ ഒരു ടെക് ഇവന്റ്സ് നടക്കുമ്പോൾ അവിടെ പോയി അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബിൽഡ് ചെയ്യും, അവർക്ക് കാര്യം മനസ്സിലാവും, അല്ലെങ്കിൽ റിയാലിറ്റി മനസ്സിലാവും. ഇതാണ് ഒരു കണക്ഷൻ എങ്കിലും അവിടെ കിട്ടും. അല്ല ഇപ്പൊ കൂടുതൽ കുട്ടികൾ എനിക്കൊന്ന് കോഴ്സ് എടുക്കാൻ കൂടുതലും കൊച്ചിയിലോട്ടാണ് വരുന്നത്, തിരുവനന്തപുരത്തെക്കാട്ടും. ഇപ്പൊ കൊച്ചിയിൽ എന്ന് പറയുന്നത് IT പാർക്കിന്റെ ഒരു മെയിൻ ഏരിയ ആണ്. അപ്പോൾ അവർക്ക് അവിടെ ടെക് ഇവന്റ്സ് ഉണ്ട്. അവരുമായിട്ട് പല സീനിയേഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ടെക് ഇവന്റ്സ് നടത്താറുണ്ട്. ഇൻഫോ പാർക്കിലൊക്കെ ടെക് ഇവന്റ്സ് നടത്താറുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് പറയുന്നത്, ദൈവമേ നമുക്ക് ഇത്രയ്ക്കുള്ള അറിവുള്ളോ, നമുക്കിപ്പോൾ പല കാര്യങ്ങളും അവരിൽ നമുക്ക് നോളജ് കിട്ടാൻ തോന്നും നമുക്ക്. പക്ഷെ കുട്ടികൾ ആരും അതിനെ എടുക്കാറില്ല. പക്ഷെ ഈ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല, കോളേജിൽ ഇപ്പൊ കയറുന്ന ഡിപ്പാർട്ട്മെന്റ് ബേസ് കമ്പ്യൂട്ടർ ആണെങ്കിൽ അവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു കൊടുക്കുന്ന ടീച്ചർമാര് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാ പിള്ളേരെ, അല്ലാതൊന്നും ഇത് മാറാൻ പോകുന്നില്ല. കോളേജിലെ എഡ്യൂക്കേഷന്റെ ആ ഒരു വരുന്ന പഠിപ്പിക്കുന്ന എനിക്ക് ഇപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാവുന്നുള്ളൂ. ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ എനിക്കിപ്പോ ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ MC ഉണ്ട് എല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ 20 ലക്ഷം 30 ലക്ഷം ഉണ്ട്, എനിക്ക് കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ കയറാം. പൈസ കൊടുത്ത് എനിക്ക് പഠിപ്പിക്കാൻ കയറാം. അപ്പൊ എനിക്ക് സ്കില്ലും ഉണ്ടോ? ഇല്ല. ഞാൻ ആരായിട്ടാ പഠിപ്പിക്കുന്നത്? പിള്ളേരായിട്ടാ ഞാൻ പരീക്ഷിക്കുന്നത്. അല്ല ഇപ്പൊ ഞാൻ ഈ എഡ്യൂക്കേഷനിലെല്ലാം നല്ല രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർമാരെ ഹയർ ചെയ്യാൻ നോക്കുക. പക്ഷെ ഇങ്ങനൊക്കെ നമ്മുടെ കോളേജിൽ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ല ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മുന്നോട്ട് കാണത്തില്ല. ഇല്ല, സീരിയസ്ലി ഞാൻ പറയാം. അതുപോലെ തന്നെ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവിടെ പഠിപ്പിക്കുന്നവരെങ്കിലും ഒരു IT ഡെവലപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹയർ ചെയ്യുന്നവരുണ്ടല്ലോ, അത് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് ഹയർ ചെയ്യുന്നത്. അത് ആ ഒരു കോമൺ സെൻസ് പോലും കോളേജസ് കാണിക്കുന്നില്ല. എന്ത് വല്ല ടൈപ്പ് ഉണ്ടോ ഇവര് തമ്മിൽ? അല്ല നമ്മള് എക്സ്പീരിയൻസ് ഉള്ളവര് വെച്ച് സംസാരിച്ച് അവര് പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഒന്നും വേണ്ട, ഇപ്പൊ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ പഠിപ്പിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ആ കോളേജിലെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൊണ്ടുവരിക.
ഒരാളെ കൊണ്ടുവന്ന് പിള്ളേർക്ക് എന്താന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ പൈസ ഇനി കൊടുക്കുന്നില്ലടാ. അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ BCA പഠിക്കുന്നവർക്ക് 2 ഇതുണ്ട്, എന്ത് പ്രൊജക്റ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ വെച്ച് റിവ്യൂ ചെയ്താലുണ്ടല്ലോ അതുണ്ടാവാൻ പോകുന്ന മാറ്റം. പിന്നെ പൂർണ്ണമായിട്ട് പറയാ പിള്ളേരോട് പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പുറത്ത് ഓക്കെ, അത് സമ്മതിക്കും. അത് തന്നെയല്ല, പല കോളേജുകളിലും ഇപ്പൊ മെയിൻ പ്രൊജക്ട് വരുന്ന AIML എടുത്തോ, AIML എടുത്തോ. അപ്പൊ എന്നാ അറ്റ്ലീസ്റ്റ് അവർക്ക് e-commerce വെബ്സൈറ്റ് പോലും ബിൽഡ് ചെയ്യാൻ അറിയത്തില്ല. അവരോട് എടുത്താ പൊങ്ങാത്തടുത്ത് തലേ വെക്കുക. AIML വെച്ചിട്ട് അൽഗോരിതം വെച്ച് ചെയ്തോ, ഇന്ന അൽഗോരിതം മെഷീൻ ലേണിംഗ് അൽഗോരിതം ഉണ്ട്, ഇത് വെച്ച് അങ്ങ് ചെയ്തോ. അവരോട് അറ്റ്ലീസ്റ്റ് ഒരു നമ്മള് ഒരു അബ്സ്ട്രാക്ട് വെക്കുമല്ലോ, AIML ഓക്കെ ഇത് അപ്രൂവ് വരെ അത് വായിച്ചു പോലും നോക്കത്തില്ല. അപ്പൊ അല്ലല്ലടാ, ടോപ്പിക്ക് AIML ആയിട്ട് റിലേറ്റഡ് ആണെങ്കിൽ കുറച്ച് അപ്ഡേഷനും കൂടെ പറഞ്ഞ് ഇത് അപ്രൂവൽ ആകും. അതേസമയം സാധാ ഒരു e-commerce വെബ്സൈറ്റ് പോലും അവരെ കൊണ്ട് ബിൽഡ് ചെയ്യിപ്പിക്കുന്നില്ല, MCA ആയാലും BCA ആയാലും. കാരണം നമ്മള് മെയിൻ പ്രൊജക്ട് ഒക്കെ ചെയ്തത് AIML ആണ്. അപ്പോ ഒരു പ്രാവശ്യം ഏതോ ഒരു ഇന്റർവ്യൂവിന് ചെന്നപ്പോ എന്റെ അടുത്ത് ഇന്റർവ്യൂയോട് ചോദിച്ചു, ഇന്നത് മൊത്തം AIML ആണല്ലോ. ഞാനതല്ല ആലോചിക്കുന്നത്, നമ്മുടെ റിവ്യൂ എന്തോ BCA നമ്മുടെ മറ്റേ ഓട്ടോമേഷൻ അത് നമ്മൾ എന്ത് പൊട്ടത്തര പറഞ്ഞേ. ആ ടീച്ചർ ചെക്ക് ചെയ്ത് നോക്കിയോ? ഇല്ല, തട്ടി വിടുക, നോട്ടിഫിക്കേഷൻ ഒക്കെ വരും കേട്ടോ. അത് അതിനല്ല, മിനി പ്രോജക്റ്റ് തോന്നുന്നു. പല കാര്യങ്ങളും തട്ടി വിടുക, അതിനകത്ത് ഒരു തേങ്ങയില്ല, അങ്ങനെ ഒരു കോടേ ഇല്ല അതിനകത്ത്. ടീച്ചറാണോ പക്ഷെ അത് വർക്ക് ചെയ്യാൻ ചോദിച്ചിട്ട് നമ്മള് എങ്ങാണോ അത് വർക്ക് ചെയ്ത് കാണിപ്പിക്കാൻ പറഞ്ഞായിരുന്നെങ്കിൽ. പല പ്രൊജക്ടുകളിലും അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. റിവ്യൂവിന് വരുന്ന ടീച്ചർമാർക്കും ഒന്നും അറിയത്തില്ല. പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരപ്പോഴാണ് പ്രൊജക്ട് കാണുന്നത്. അപ്പൊ ആ പ്രോജക്ട്, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട് റിവ്യൂ ചെയ്യുന്നവർ ആദ്യമായിട്ടായിരിക്കും അത് കാണുന്നത്. അത് റിവ്യൂ ചെയ്യാന്ന് ഒരാൾക്ക് അത് അറിയത്തില്ലെങ്കിൽ എന്നാ ചെയ്യുന്നത്? അതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു ഡെമോ സെക്ഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്റേൺസ് ആയിട്ട്. അപ്പോ പല കുട്ടികളും ഞാൻ കോഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചപ്പോ കോഡിനകത്ത് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നില്ല. ഈ ചില പിള്ളേരുണ്ടല്ലോടാ, ഈ ChatGPT അങ്ങ് അതിനുവേണ്ടി മാത്രം ഇരിക്കുക, പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ആ കോഡ് എടുത്ത് കംപ്ലീറ്റ്ലി എടുത്ത് പേസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഒന്ന് മാറ്റിയായിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് അതിനകത്ത് വേർഡ്സ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യാല്ല, അറ്റ്ലീസ്റ്റ് അതിനകത്ത് കാണിക്കുന്ന ഇമോജീസ് എങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ. അങ്ങനെയുള്ള കുഴപ്പം വരുന്നതെന്ന് പറയുമ്പോ കോപ്പി പേസ്റ്റ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല, അത് എന്താന്ന് മനസ്സിലാക്കിയിട്ട് നാളെ ഇത് കോഡ് ചോദിക്കുന്ന സമയത്ത് അറിയത്തില്ല ഇതിന്റെ ലോജിക്. അതിന്റെ ഒരു ഡെവലപ്പിങ്ങിന്റെ കുഴപ്പം എന്താണെന്ന് അറിയോ, നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റേജ് ബിൽഡ് ചെയ്യുമ്പോ ജസ്റ്റ് ChatGPT എടുത്ത് ചെയ്ത് വർക്കിംഗ് ആണ്. പക്ഷെ നാളെ അവിടെ അപ്ഡേഷൻ വരുവാണ് അടുത്ത സ്റ്റേജ്. കോഡ് അറിയാതെ എങ്ങനെ? കഴിഞ്ഞ ദിവസം ഞാൻ റിവ്യൂവിന് ഇരുന്നപ്പോ കുട്ടികളോട് കോഡ് ഇതിന്റെ ഫംഗ്ഷൻ ഇത് എന്തിനാണ് അറിയത്തില്ല. ഓക്കെ ഞാൻ പറഞ്ഞു തരാൻ അറിയത്തില്ലെങ്കിൽ എന്നെ കാണിച്ചതാ എന്റെ ഫംഗ്ഷൻ എനിക്ക് അതും അറിയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചിട്ട്, ഇപ്പം ഒരു എന്നിലും സീനിയേഴ്സ് ആണ് അവിടെ ഇരിക്കുന്നത്, അവരോട് ചോദിച്ചപ്പോ അവർക്ക് പക്ക നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇതിൽ ഉണ്ടാകുന്നത്. ഈ കുട്ടി എടുത്തിട്ട് കാര്യമില്ല, കാരണം ഈ കുട്ടി ChatGPT നോക്കി ചെയ്താണ്. അപ്പൊ ഈ കുട്ടിക്ക് ടാലന്റ് ഇല്ലാന്ന്. പക്ഷെ പിള്ളേർ ഇപ്പൊ ഭയങ്കരമായിട്ട് ChatGPT ഇതായിട്ടുണ്ട്. പക്ഷെ ഫ്രഷേഴ്സ് ഒരിക്കലും ChatGPT യൂസ് ചെയ്യില്ലെന്ന് അവര് പഠിക്കുന്നില്ല. അവര് ChatGPT യൂസ് ചെയ്ത് ഞാൻ പറയട്ടെ, അവര് തന്നെ കോഡ് ഡെവലപ്പ് ചെയ്തിട്ട് ChatGPT കുറച്ചും കൂടെ നല്ല വേർഷൻസ് കിട്ടും. ശരിക്കും ഒരു ജൂനിയർ ഡെവലപ്പറിനെ ChatGPT റീപ്ലേസ് ചെയ്യോടെ. ഒരു കമ്പനിക്ക് ജൂനിയർ ഡെവലപ്പറിന്റെ ആവശ്യമില്ല. ഈ നമ്മുടെ കമ്പനിയിലെ പേഴ്സണൽ ആയിട്ടുള്ള ലൈവ് പ്രൊജക്ടിന്റെ കോഡ് എടുത്ത് ChatGPT അത് സെക്യൂർ ആണോ? അല്ല, അത് പ്രോപ്പർ ആയിട്ട് നാളെ ഒരു അപ്ഡേഷൻ, ഇതിനകത്ത് വീണ്ടും ബഗ്സ് വരും. അപ്പോൾ നാളെ ഒരു പുതിയൊരു അപ്ഡേഷൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ബഗ് വന്നാൽ കോഡ് കംപ്ലീറ്റ്ലി അറിയാത്ത ഒരാളാണെങ്കിൽ ബഗ് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു ഇത് വരുന്നത്. പിന്നെ അവിടെ സ്റ്റാക്ക്. അപ്പൊ താൻ എത്തിയ കോഡല്ലേ, തനിക്ക് ഇതിന്റെ അപ്ഡേഷൻ വരുത്താനും പറ്റത്തില്ലെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും മുഴുവൻ കോഡ് എടുത്ത് റീറൈറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ആദ്യം തൊട്ട് അങ്ങനെയൊക്കെയാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റിയാലിറ്റി. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് പോയാൽ കുഴപ്പമില്ല. റിയാലിറ്റി ഒന്നും മനസ്സിലാക്കാതെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത് അതൊന്ന് മനസ്സിലാക്കുക. അത് എന്നിട്ട് അറിയാവുന്ന ആ ഫീൽഡിൽ അറിയാവുന്നത് ആൾക്കാരോട് ഞങ്ങൾ IT ആയോണ്ടാണ് ITയുടെ കാര്യം പറഞ്ഞത്. ഇതേപോലെയാണ് ഇലക്ട്രോണിക്സും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ ആഗ്രഹമുള്ളവൻ പോയിട്ട് ഇലക്ട്രോണിക്സുകാരനോട് പോയി ചോദിക്കില്ല, ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുമ്പോൾ എനിക്ക് ഇതിനകത്ത് അങ്ങനെ അവനും അറിയത്തില്ലായിരിക്കും. അപ്പൊ നിങ്ങളിത് അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കുക. ഇപ്പൊ നിലവിൽ അതിന് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. ലിങ്ക്ഡിൻ ആയാലും ശരി,
ഒന്നും വേണ്ട, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ കുറെ ടെക്കീസ് ഉണ്ട് ആ നമുക്ക് അവരുടെ പിന്നെ ഈസിയസ്റ്റ് വേ മറ്റേ ഗൂഗിളിന്റെ ഇവന്റ്സ് ഒക്കെ വരുന്നില്ലേ, അതൊക്കെ മാക്സിമം ഫ്രീ ആണ്, നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യാതെ അതൊക്കെ മാക്സിമം അപ്പൊ ഇവന്റ്സിന് കുറെ പോയിട്ട് ഫ്രണ്ട്ഷിപ്പ് കിട്ടും ടെക്കീസുമായിട്ടുള്ള. ടെക്കീസുമായിട്ട് ഇവന്റ്സ് കിട്ടും, മീൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് റെഫറൽ ചെയ്യാൻ ഒരു ഇത് കണക്ഷൻ കിട്ടും. അതെ, അപ്പൊ നമ്മള് പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയുമല്ലോ എന്തൊക്കെയാ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത്. ചിലപ്പോൾ അതെല്ലാം നിങ്ങൾ changes ആലോചിക്കും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഡ്രീം അതല്ലായിരിക്കും. അതെ. 3 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കും അയ്യോ ഇതല്ലല്ലോ എനിക്ക് ആവണ്ടേ, എനിക്ക് ചിലപ്പോൾ മാർക്കറ്റിംഗ് ആയിരുന്നു ആവണ്ടേ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഗ്രാഫിക് ഡിസൈനർ ആയിരിക്കും. ഗ്രാഫിക് ഡിസൈനർ, അയ്യോ എനിക്ക് ബികോം ആയിരുന്നു എടുക്കണ്ടേ, ഞാൻ എന്തിനായിരുന്നു ഇതെടുത്തേ, ഇതല്ലല്ലോ എൻ്റെ ഡ്രീം. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് ഉണ്ടല്ലോ, അത് ഒരു 6 മാസത്തെ ഒരു ഇതിന് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവര് ഈ 2 മാസം ഗ്യാപ്പ് കിട്ടുമല്ലോ, അതിന്റെ ഉള്ളിൽ തന്നെ റിയലൈസ് ചെയ്യുക. യൂട്യൂബിലായാലും ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ്, എന്നെ കൊണ്ട് കേപ്പബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പോയി നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ 3 വർഷവും 2 വർഷവും ഒക്കെ പോയി പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കും, നിങ്ങൾക്ക് ജോലി കിട്ടാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾ കിട്ടുന്ന ജോലിക്ക് പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് മാറും. അപ്പോൾ അവർ പറയുന്ന ഒരു ഓഫറിലേക്ക് നിങ്ങൾ അങ്ങ് വീഴും. 5000 രൂപയാണ്, ഞാൻ ശരി സാർ ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് അയ്യോ ഫ്രീ ആയിട്ട് തന്നെ പോയി പഠിക്കുന്നുണ്ടല്ലോ. 6 മാസമൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന പിള്ളേരുണ്ട് കമ്പനിയിൽ, അതായത് സാലറി ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് പഠിക്കുന്ന പിള്ളേർ, മീൻസ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന പിള്ളേരുണ്ട്. കാരണം ഈ ഒരു നാട്ടുകാരെന്ത് പറയും വീട്ടുകാരെന്ത് പറയും എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോയാൽ കുഴപ്പമില്ല. റിയാലിറ്റി പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ നമുക്ക് അതിന്റെ ചെയ്യാം. ശരിയാ, എത്ര മണിക്കൂറായി? 1 മണിക്കൂറായെന്ന് തോന്നില്ലേ? അപ്പോ അടുത്ത ഒരു പോഡ്കാസ്റ്റില് നെക്സ്റ്റ് നമ്മൾ ഇതിനെക്കാട്ട് നന്നായിട്ട് ഇപ്പൊ ഒരുപാട് പോരായ്മ കാണുമായിരിക്കും അല്ലേ? ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് പല എടുക്കുന്ന കാര്യങ്ങളും സ്കിപ്പ് ചെയ്തു. അതെ, പല കാരണം ചിലപ്പോൾ നോയ്സിന്റെ പ്രോബ്ലം ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഔട്ട്ഡോർ ആണ് എടുക്കുന്നത്. ഞങ്ങൾ എന്തായാലും ഇത് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അത് നിങ്ങൾ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തിനെ പറ്റിയാണ് കൂടുതൽ അറിയുന്നത്. ഇപ്പൊ ഞങ്ങൾ IT ഫീൽഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ITയുടെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ടൈമും അതനുസരിച്ച് മാറ്റണം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ഇവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എന്താ വേണ്ടെന്നുള്ള അതനുസരിച്ച് നമുക്കും പ്രിപ്പയർ ആവാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.